അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാ, വമൻ അസ്ഖത വാലിദൈ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ വെറുപ്പിച്ചാൽ, അവരെ കോപിപ്പിച്ചാൽ, അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ, അവരെ നീ വകവെക്കാതെ അവഗണിച്ചു നീ മുന്നോട്ട് പോയാൽ ആരുടെ കോപമാ കിട്ടുന്നതെന്നറിയുവോ? ഫഖദ് അസ്ഖത ഖാലിഖാ, അവന്റെ ഉടമസ്ഥനാരാണോ, പടച്ച തമ്പുരാനെ കൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസിയാണോ, അവനൊരുടമയായ തമ്പുരാനുണ്ടെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്നവനാണോ, അവന്റെ കോപമാണ്, അവന്റെ കോപമാ, അവന്റെ കോപമാ. അള്ളാഹുവിന്റെ കോപത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുമോ സഹോദര? ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുമോ സഹോദര? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പള്ളിക്കാട്ടിലേക്ക് നിന്നെ കൊണ്ടുവെക്കുമ്പോ മാതാപിതാക്കളെ വെറുപ്പിച്ച് പടച്ചവന്റെ കോപവും ഏറ്റുവാങ്ങിക്കൊണ്ട് പള്ളിക്കാട്ടിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക്, ആ കൂരിരുളിലേക്ക് നീ ചെന്നു കിടന്നാൽ സമാധാനത്തോടെ നിനക്ക് വിശ്രമിക്കാൻ പറ്റുമോ പെങ്ങളെ? അവിടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് പരലോകത്തിന്റെ പറുദീസയിലേക്ക് കടന്നു ചെല്ലുമ്പോ, പരലോകത്തിൽ നിന്നെ വിചാരണക്ക് നിർത്തുമ്പോ അവിടെ സുഖമുണ്ടാകുമോ? അവിടെ ആശ്വാസമുണ്ടാകുമോ? നിന്റെ കിതാബ് വലതു കൈയിൽ കിട്ടുമോ? നിന്റെ വിചാരണ എളുപ്പമാകുമോ? ഏറ്റവും വലിയ പാലമുണ്ടല്ലോ, ഒരു മുടിനാടിനെ ഏഴായി കീറിയിട്ട് വെച്ചേക്കുന്ന പാലമുണ്ടല്ലോ, അള്ളാഹു ക്രിയേഷൻ ചെയ്ത ലോകത്തിലെ അത്ഭുതകരമായ പാലമുണ്ടല്ലോ. ആ പാലത്തിലൂടെ പടച്ച തമ്പുരാൻ അതിന്റെ അക്കരെ സംവിധാനിച്ചിട്ടുള്ള പരിശുദ്ധമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ അന്തരംഗത്തേക്ക് കടന്നു പോകാൻ പറ്റുമോ? മാതാപിതാക്കളുടെ തൃപ്തിയാ അള്ളാഹുവിന്റെ തൃപ്തി. മാതാപിതാക്കളെ കോപിപ്പിക്കുന്നതില അള്ളാഹുവിന്റെ കോപം മറന്നു പോകണ്ട പറഞ്ഞത് ആമിനാന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. തീരുന്നതോടുകൂടി നിങ്ങൾ ചിന്തിക്കണം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ എപ്പോഴെങ്കിലും കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വിഷയമൊന്നുമല്ല. നിനക്ക് മാന്യമായ സ്ഥാനം സമൂഹത്തിൽ ഉണ്ടാവും. നിന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. നിനക്ക് വേണ്ട സഹായ സഹകരണ പ്രവർത്തനങ്ങൾ പലരും നടത്താനുണ്ടാവും. നീ ഒന്ന് കൈതൊടിച്ചാൽ നിന്റെ പിന്നിലൂടെ ഒരുപാട് ഗുണ്ടകൾ വരാനുണ്ടാവും. നീ ഒന്ന് നെഞ്ചു വിരിച്ചു നിന്നാൽ എല്ലാവരും നിനക്ക് വേണ്ടി മാറിത്തരും. നിനക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടാകാം, നിനക്ക് പൊളിറ്റിക്കൽ പവർ ഉണ്ടാകാം, നിനക്ക് രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടാകാം, നിനക്ക് ആഗോളതലത്തിൽ കയ്യൊപ്പുണ്ടാകാം. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി വേണോ? അള്ളാഹുവിന്റെ തൃപ്തി വേണോ? നിന്റെ അരമനയുടെ അകത്തളത്തിൽ നിനക്ക് വേണ്ടി പ്രയാസപ്പെട്ട് മുന്നോട്ട് പോയ മാതാവും പിതാവും ഉണ്ടല്ലോ, അവരെ നീ പരിഗണിക്കാതെ പടച്ചവൻ നിന്നെ പരിഗണിക്കൂല. മുഹമ്മദ് മുസ്തഫ. ചെറിയ വിഷയം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, പെങ്ങന്മാർ, എന്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോൾ ഉമ്മയെ പ്രത്യേകമായി ഒന്ന് പരിഗണിച്ച് സ്നേഹത്തണലായ ഉമ്മ എന്ന് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ? ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സൗണ്ടൊന്നും കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹസിനോട് സാധാരണ ചോദിക്കലുണ്ട്. ഞാൻ എന്തെങ്കിലും പ്രഹസനത്തിന് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി ഇങ്ങനെങ്കിലും ഒക്കെ ആക്കി തീർക്കാമെന്ന ഒരാളല്ല. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. അൽഹംദുലില്ലാഹ്. ഈ അടുത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം ഏതോ ഒരു സ്ഥലത്ത് അൽഹംദുലില്ലാഹ് എത്രയോ ഉപ്പമാരും ഉമ്മമാരും കണ്ണീരോടെ വിളിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാഹ് എൻ്റെ മകൻ കാലം കുറയായി പുറത്തു പോയിട്ടുണ്ടായിരുന്നു, എന്നെ അവഗണിച്ചു പോയതായിരുന്നു, അൽഹംദുലില്ലാഹ് ഇപ്പം മടങ്ങി വന്നു. അങ്ങനെ ഒരുപാട് അള്ളാഹു തന്ന തൗഫീഖാണ്, നമ്മുടെ പവറൊന്നുമല്ല. നിങ്ങളെപ്പോലെയുള്ള സത്യവിശ്വാസികളുടെ ആമീന്റെ പവറാ, മഹാന്മാരായ ഉസ്താദന്മാരുടെ പ്രാർത്ഥനയുടെ പവറാ, മഹാന്മാരായ മശായിഖന്മാരുടെ അനുവാദത്തിന്റെ പവറാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പറയുന്നതല്ല ക്ലിയർ ആണല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല, നമ്മളൊന്ന് പറയൂ. മുമ്പോട്ട് പോവാ. കമ്പ്യൂട്ടറിനോട് ചോദിക്കണോ? വേണ്ട. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ, അല്ലാഹു ഇസ്സത്തിലും ഇഫ്ഫത്തിലും അല്ലാഹു നമ്മെ പൂർണ്ണമായി ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ദീർഘകാലം അല്ലാഹുവിനെ പടച്ച തമ്പുരാന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം, മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ടാ? മാതാപിതാക്കളുടെ പവർ ഓക്കെയാണ്, രണ്ടുപേർക്കും തത്തുല്യമായ പവറാണ്. ഉപ്പമാർ എന്നോടൊന്ന് ക്ഷമിക്കണം, ഉമ്മായ പ്രത്യേകം അല്ലാഹു പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തണലായ ഉമ്മ എന്നുള്ള ഒരു പ്രമേയം പ്രത്യേകമായി നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
നിങ്ങളുടെ സ്വലാത്തിന്റെ ഊക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആവേശത്തോടെ അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ പ്രേരണ കൂടാതെ സ്വലാത്ത് ചെല്ലാൻ കഴിവുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു മനസ്സിലാക്കൽ നിങ്ങൾ തിരുത്തി കുറിക്കരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുപാട് തൊണ്ട പൊട്ടുന്ന നിലക്ക് നരമ്പുകളൊക്കെ തള്ളി വന്ന് കള്ള കണ്ണൊക്കെ ഉന്തി പുറത്തേക്ക് വന്ന് കാണുമ്പോൾ പേടി വരുന്ന രൂപത്തിൽ വളരെ ഉച്ചത്തിൽ നിങ്ങൾ സിന്ദാബാദ് 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 എന്ന് വിളിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഉറക്കം വിളിച്ച് രാവും പകലും അധ്വാനിച്ച് മുന്നോട്ട് പോയ പല സഹോദരങ്ങളും എന്റെ മുമ്പിലുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ആരാ നമ്മുടെ നേതാവായ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ, അഖിലാണ്ടത്തിനെയും പടച്ച് സംവിധാനിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശദീലിമയിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും അമ്പര ചുംബികളായ പർവ്വതങ്ങളെയും ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളെയും തിരമാലയുടെ അടിത്തട്ടിലുള്ള കോടിക്കണക്കിന് അത്ഭുതങ്ങളെയും കളകളാരവം മുഴക്കുന്ന അരുവികളെയും അരുവികളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന ചെറിയ മത്സ്യങ്ങളെയും കാനനങ്ങളെയും കാട്ടാറുകളെയും കാട്ടാനകളെയും കാട്ടരുവികളെയും ലോകത്തിലെ സർവ്വചേതന അചേതന ഗോചര വസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരനായ ആഖായെ നാംദാർ സർക്കാരെ ദോ ആലം നൂറെ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അനക്കമില്ലാത്തവന് ഈമാൻ ഉണ്ടാവൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വന്നു ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബായ നബിയേ, അള്ളാന്റെ ഹബീബായ നബിയേ, എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട് നബിയേ, എനിക്കൊരു കാര്യം അറിയാനുണ്ട് നബിയേ, എനിക്കൊരു വിവരം അറിയാനുണ്ട് നബിയേ, നിങ്ങൾ അതിന് മറുപടി തരണം യാ റസൂലല്ലാഹ്. അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ സുന്ദര വദനത്തേക്ക് നോക്കി ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഭൂമിയുടെ പരപ്പില് ഭൂമിയുടെ പുറംതലയിലെ ലോകത്ത് ജീവിക്കുമ്പോ ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് പല വിധത്തിലുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും നിറവേറ്റി മുന്നോട്ട് പോകുന്ന ആളോ. എന്റെ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ഏറ്റവും കൂടുതൽ ഞാൻ കടമ നിർവഹിക്കേണ്ടത് ആരോടാ? എന്റെ കടമകളിൽ ഏറ്റവും കൂടുതൽ കടമ നിർവഹണം നടത്തേണ്ടത് ആരോടാ? അള്ളാന്റെ ഹബീബെന്ന ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകനോടാ ചോദിക്കുന്നത്. മറുപടി ഉടൻ തന്നെ വന്നു, ഉമ്മക്ക, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ, നിന്റെ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ഒന്നും കൂടി അറിയാൻ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പിന്നെ ആരോടാ യാ റസൂലല്ലാഹ്? രണ്ടാമതും ആലോചനയില്ലാതെ ആരംഭപ്പൂവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാ. രണ്ടാമത്തെ മറുപടിയും ഉമ്മക്ക, നിന്റെ ഉമ്മയോടാ പൊന്നുമോന്. അത്ഭുതത്തോടെ മൂന്നാം തവണയും ചോദ്യം ആവർത്തിച്ചപ്പോൾ അപ്പോഴും ആരംഭപ്പൂവേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മോനെ, നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ. അതാ അത്ഭുതത്തോടെ നാലാം തവണത്തെ ചോദ്യത്തിന് മറുപടിയായി ഹബീബായ പ്രവാചകൻ പറയുന്നു, അബാ, നാലാമത്തെ തവണ നിന്റെ വാപ്പയോടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും രണ്ടും മൂന്നും തവണകള് അള്ളാന്റെ ഹബീബ മക്കളെ പറഞ്ഞിട്ടുള്ളതോ, ആരംഭപ്പൂവാ പറഞ്ഞിട്ടുള്ളതോ, ലോകത്തിന്റെ ഏറ്റവും വലിയ അധ്യാപനങ്ങൾ തന്ന നേതാവാ പറഞ്ഞിട്ടുള്ളതോ, അവിടുത്തെ പരിശുദ്ധമായ അധരങ്ങളിൽ നിന്നും അടർന്നു വീണ മുത്തുമണികളാ ഞാൻ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതോ. സഹോദരാ, സഹോദരാ, ഒന്നാമത്തെ കടമ ഉമ്മയോടാ, രണ്ടാമത്തെ കടമ ഉമ്മയോടാ, മൂന്നാമത്തെ കടമയും ഉമ്മയോടാ. വാപ്പമാർക്ക് പവറില്ല എന്നല്ല, പക്ഷേ ഉമ്മയുടെ ലോകം അത് ഉമ്മയ്ക്ക് മാത്രം പരിചയമുള്ള ലോകമാ. ഉമ്മയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ലോകമോ അത് ഉമ്മയ്ക്ക് മാത്രം പരിചയമുള്ളതോ. ഒരാൾക്കും അത് കൈമുതലാക്കാൻ പറ്റുകയില്ല. ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് വെറുതെ പറഞ്ഞതല്ല. ഉമ്മയുടെ പവർ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ
ആ ഖുർആനിൽ കാണാം വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. പല വിഷയങ്ങളെ കുറിച്ചും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് എടുത്തങ്ങ് പറയുകയാണ് വവസ്വൈനൽ ഇൻസാൻ ബിവാലിദൈഹി. മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു പറയുകയാ, ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഉമ്മാന്റെ ഉപ്പാന്റെയും വാക്ക് ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞിട്ട് ഉമ്മാനെ പ്രത്യേകമായിട്ട് അള്ളാഹു പറയുന്നു. പക്ഷേ നിന്റെ ഉമ്മയുണ്ടല്ലോ, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം അനുഭവിച്ചുകൊണ്ട് 9 മാസവും 10 ദിവസവും ഗർഭാശയമെന്ന് നിനക്ക് പരിചയപ്പെട്ട് നീ കടന്നു വന്ന, ഇപ്പോൾ ഓർമ്മയില്ലാത്ത മുൻകാലത്ത് നീ ജീവിച്ച 9 മാസവും 10 ദിവസവും നിനക്ക് ഭവനമൊരുക്കി തന്ന, സുന്ദരമായ പാർപ്പിടമൊരുക്കി തന്ന, സ്വന്തം ഭവനത്തെ സ്വന്തം അവയവത്തെക്കാളും കാത്തു പരിരക്ഷിച്ച് സ്നേഹവാത്സല്യത്തിന്റെ ലോകമായ ഉമ്മാന്റെ ഗർഭാശയമുണ്ടല്ലോ. ഉമ്മാന്റെ ഗർഭാശയം പരിചയമില്ലാത്ത ഒരാളുണ്ടോ? ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ സ്നേഹാലയത്തിന്റെ വലിപ്പമറിയാത്ത ഒരു മനുഷ്യനും രക്ഷപ്പെടൂല. അള്ളാന്റെ ഖുർആൻ പറയുകയാണ് വഹ്നൻ അലാ വഹ്ൻ. ഖുർആന്റെ പദമാ ചെറുപ്പക്കാരാ, ഉമ്മാന്റെ മഹത്വം കേൾക്കാൻ വന്ന പ്രിയപ്പെട്ട സഹോദരി ഒന്ന് കേൾക്കടേ. അള്ളാന്റെ ഖുർആൻ പറയുന്നു വഹ്നൻ അലാ വഹ്ൻ. വേദനയുടെ മേൽ വേദനയാ, പ്രയാസത്തിന്റെ മേൽ പ്രയാസവാ. ആ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ചെറുതൊന്നുമല്ല, അത് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല, അതൊരു കടലാസിലും എഴുതി വെക്കാൻ പറ്റുന്നതല്ല, അതൊരു ഭാഷകനെ കൊണ്ടും പ്രഭാഷകനെ കൊണ്ടും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, അതായിരക്കണക്കിന് പുസ്തകങ്ങളിൽ അച്ചടിച്ചു വന്നാലും വായിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അതിന്റെ മറുപടി ഉമ്മാന്റെ പക്കല. അത് വാക്കുകൾക്ക് വിധേയമല്ല, വാക്കുകൾക്ക് അതീതമാ. അള്ളാന്റെ ഖുർആൻ പറയുകയാ പോരാ, വഫിസാലുഹു ഫീ അമീൻ. അതാ ഉമ്മയ്ക്ക് മാത്രമുള്ള പ്രത്യേകതകൾ. ആദ്യം ഉമ്മയെയും ഉപ്പയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഉമ്മയെ മാത്രം പ്രത്യേകമാക്കി പറയുന്നു. അതാ 9 മാസവും 10 ദിവസവും ഉമ്മാന്റെ ഗർഭാശയത്തിൽ പാർപ്പിടമൊരുക്കി തന്ന പ്രിയപ്പെട്ട ഉമ്മ പോരാ, വഫിസാലുഹു ഫീ ആമീൻ. 2 വർഷം നിനക്ക് മുലപ്പാല് തന്നില്ലേ ഉമ്മ? ലോകത്തിലെ ഏറ്റവും വലിയ അമൃതായ പാല് തന്നില്ലേ ഉമ്മ? ആ പാലിന്റെ രുചി മറന്നുപോയ മക്കളെ, ആ പാലിനോളം ഒരു സിദ്ധൌഷധം ലോകത്തില്ല, ആ പാലിനോളം ഉന്നതമായ ഔഷധം, ഒരു അമൃത് ലോകത്തിൽ ഇന്നുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ആ പറന്ന് വീടുന്ന കൊന്നിന മുലപ്പാലിന്റെ പകരത്തിലൊന്നും കൊടുത്താലും മതിയാവുകയില്ല. അങ്ങനെയുള്ള സുന്ദരമായ മുലപ്പാല് രക്തത്തിൽ നിന്നും അതാ പ്രത്യേകം അല്ലാഹു കടഞ്ഞെടുത്തുകൊണ്ട് നിനക്ക് തന്നില്ലടോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ഫിസാലുഹു ഫീ ആമീൻ. ഈ ആയത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഓതി ആയത്ത് അങ്ങനെ പറയുന്നു. അതുകൊണ്ട് എന്ത് വേണം? അനിഷ്കുറുലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ. പോരാ, വലിവാലിദൈ, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണേ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്.
അതുകൊണ്ടാ സഹോദരങ്ങളെ, ഉമ്മയുടെ പവർ ചെറുതല്ല, മറക്കണ്ട. അല്ലാഹുവിന്റെ ദുനിയാവിൽ പല കാര്യങ്ങളും പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റും. 5 സമയവും നിസ്കരിച്ച് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ, 5 വഖത്തും നിസ്കരിച്ച് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു കബൂലാക്കിയില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ എങ്കിലും പൊങ്ങാൻ ഒരുപാട് കൈയുണ്ടാകുമെന്നാ ഞാൻ മനസ്സിലാക്കുക. അള്ളാഹു വേണ്ടതുപോലെ നിസ്കാരം കൃത്യമായി നിത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലയ്ക്ക് അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കാൻ, വേണ്ടതുപോലെ ആരാധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ന് ഉറച്ച ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അതുകൊണ്ട് തുച്ഛമായ സമയമുള്ളൂ. അതുകൊണ്ട് ആ സമയം നല്ലതുപോലെ ഒന്നും പ്രതികരിക്കാനുള്ള ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയാൽ അതൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ആവർത്തിച്ച് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നെ പോകുന്നത്. അതുകൊണ്ട് ഉറച്ച ആമീൻ പറയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുന്നതിന് വലിയ വലിപ്പമുണ്ട്. കേവലം ചെറിയൊരു നിസ്സാര കാര്യമല്ല. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാന്റെ ഹബീബായ പ്രവാചകരെ കൊണ്ട് മുഖറബുൽ അംലാഖ് മലക്കാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് നബിയെ കൊണ്ട് ആമീൻ പറയിച്ചിട്ടുണ്ട്. ആമീൻ പറയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആമീൻ വലിയ വലിപ്പമുള്ളതാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ നിസ്കാരം ഇന്നത്തെ 5 വഖത്ത് നിസ്കരിച്ച് എത്ര ആളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കുറെ ആളുകൾ പറയും, അല്ലേ, ഞാനത് 5 വഖത്തും കംപ്ലീറ്റ് ആക്കി. ചിന്തിക്കണം, ഞാൻ 5 വഖത്തും കൃത്യമായി നിസ്കരിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ റമദാൻ മാസം പുരുഷന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ 30 നോമ്പും പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ആളുകളൊന്നല്ല, 99% നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ആണ്. പിന്നെ ഏതെങ്കിലും രോഗമോ മറ്റുള്ള എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ ഉള്ളത് കൊണ്ട് നമുക്കൊരു ഒരല്പം % മാറ്റി നിർത്താം. 99.9 അല്ലേ? അങ്ങനെയുള്ള മുഴുവൻ ആളുകളും പറയും, ഞങ്ങൾ കഴിഞ്ഞ വർഷം 30 നോമ്പും അനുഷ്ഠിച്ചവരാ, ഇനി അടുത്ത നോമ്പിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നവരാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്ന് ഞങ്ങൾ 5 സമയവും പടച്ചവനോട് പ്രാർത്ഥിച്ച നോമ്പിന് വേണ്ടി നോമ്പിന്റെ പടിവാദികൾ കാത്തിരിക്കുന്നവരാ. അല്ലാഹു വേണ്ടതുപോലെ വിശുദ്ധമായ റമളാനിനെ വേണ്ടതുപോലെ പരിഗണിച്ച് ആത്മീയ നിർവൃതിയോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ആത്മനിർവൃതിയോടെ അനുഷ്ഠാനങ്ങളിൽ കടന്നു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം നോമ്പനുഷ്ഠിച്ച് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, ഞങ്ങൾ 30 നോമ്പും പിടിച്ചവരാ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പറയും, ഞങ്ങൾക്ക് അശുദ്ധമായ സമയമല്ലാത്ത മുഴുവൻ നോമ്പും ഞങ്ങളും എടുത്തവരാ. ഇങ്ങനെ നോമ്പിന്റെ കണക്ക് പറയും. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നിർബന്ധമായ ഒരു ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പലരും പറയും. ഉംറ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടുതൽ ആളുകൾ പറയും, ഞങ്ങൾ കുറച്ച് ആളുകൾ ഉംറ ചെയ്തിട്ടുണ്ട്. ഹബീബിന്റെ ചാരത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയും. ഞാൻ പറയുന്നത്, ഏതൊരു അമലിനെ സംബന്ധിച്ച് ചോദിച്ചാലും ഉപരി ബാഹ്യമായിട്ടെങ്കിലും അത് പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യമാണെങ്കിൽ, അത് പൂർണ്ണമായും 5 വഖത്ത് ചെയ്തു എന്ന് പറയാൻ സാധ്യമാണെങ്കിൽ, ഇന്ന് വരെയും എന്റെ പ്രിയപ്പെട്ട സഹോദര ഒരു കാര്യം ചെയ്തു പൂർത്തിയാക്കി എന്ന് പറയാൻ സാധ്യമല്ലാത്തൊരൊറ്റ പ്രമേയം ഏതാണെന്നറിയുവോ? പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടമയാ. ഒരു പൊന്നുമോനും പറയാൻ പറ്റൂല, ഇന്ന് വരെയും നിന്റെ ഉമ്മാനോടുള്ള കടമയും കടപ്പാടും നീ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പൂർത്തിയാക്കി എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനോ സാധ്യമല്ല. കാരണം അത്രയും വിശാലമായ ഉമ്മാനോടുള്ള കടമ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ധരണികൾ മനസ്സിലാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര കൂടുതൽ സുവ്യക്തമാ. അതാ സയ്യിദുനാ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, ആ നേതാവിന്റെ പേര് കേൾക്കുമ്പോ ഒന്ന് സിന്ദാബാദ് വിളിച്ചോളേ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, അല്ലാഹുവിന്റെ ഖുർആൻ റളിയല്ലാഹു അൻഹു വറദുഅൻ, അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിനെ റളിയല്ലാഹു അൻഹു എന്ന് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിനെ പറയുന്നതിനൊരു മടിയില്ല. പക്ഷേ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടിമകൾക്ക് പറയാൻ മടിയാകുമ്പോൾ ആ അടിമകളും ആ ഉടമയുമായിട്ട് എന്ത് ബന്ധമാണ്? ഉറച്ചു ചെല്ലും മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തൊരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാ, അല്ലയോ ഉമർ തങ്ങളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉമർ തങ്ങളെ, അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. എന്റെ വീട്ടിൽ വല്ലാതെ പ്രയാസങ്ങൾ സഹിച്ചു കിടക്കുന്ന ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയോടുള്ള കടമയും കടപ്പാടും ഞാൻ നിർവഹിച്ചു പൂർത്തിയാക്കിയോ ഉമറേ?
ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാ. അതുകൊണ്ട് ആ ഉമ്മാനോടുള്ള കടമ പൂർത്തിയായോ? ഖലീഫ ഉമറേ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ടും ചോദിക്കുകയാ, പൊന്നുമോനെ പൊന്നുമോനെ, നീ എന്താണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന് വേണ്ടി ചെയ്തു തീർത്തതെന്തോ? നിന്റെ ഉമ്മാന് വേണ്ടി നീ എന്ത് ത്യാഗവാ ചെയ്തതെന്ന് പറയടോ. നിന്റെ ഉമ്മാന് വേണ്ടി നീ എന്ത് ത്യാഗവാ ചെയ്തത് നീ ഒന്ന് പറയടോ. ഉടൻ തന്നെ ആ സഹോദരൻ പറയുകയാ, അല്ലയോ ഉമർ തങ്ങളെ, എന്റെ ഉമ്മ എന്റെ വീട്ടിന്റെ കിടക്കയിൽ വല്ലാതെ പ്രയാസപ്പെട്ട് കിടക്കുകയാ. ഉമ്മയ്ക്ക് വല്ലാത്ത രോഗമാണ്, വാതരോഗം പിടിച്ചു കിടക്കുകയാ. ഉമ്മക്ക് എഴുന്നേൽക്കാൻ പറ്റൂല, ഉമ്മക്ക് നടക്കാൻ പറ്റൂല, ഉമ്മക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റൂല. ആ രോഗശല്യ ഈ ശയ്യയിൽ കിടക്കുന്ന വനവാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്ക് എപ്പോൾ വിശപ്പുണ്ടെങ്കിലും ആ ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും പലഹാരങ്ങളും എന്റെ ഈ കരങ്ങൾ കൊണ്ട് ഞാൻ തയ്യാറാക്കി ഉമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ടോ ഉമ്മയുടെ വായിലേക്ക് ഞാനത് വെച്ചു കൊടുത്ത് ഉമ്മയെ കൊണ്ട് കടിപ്പിക്കും കേട്ടോ. ഉമ്മക്ക് ഇഷ്ടമുള്ള പാനീയം ഞാൻ കൊടുക്കുമോ ഉമർ തങ്ങളെ? മാത്രമല്ല, എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ കിടക്കുന്ന ബെഡിൽ തന്നെ കിടന്ന് കാട്ടിക്കുമ്പോ മൂത്രിക്കുമ്പോ എന്റെ ഈ കരങ്ങൾ കൊണ്ടാ കാട്ടവും മൂത്രവും ഞാൻ വൃത്തിയാക്കി ഞാൻ പുറത്തേക്ക് കൊണ്ട് കളയുന്നത് ഉമർ തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന് പുറത്തെപ്പോഴെങ്കിലും എവിടെങ്കിലും പോകണമെന്ന് ആഗ്രഹം തോന്നിയാൽ എന്റെ ഈ ചുമരിലേക്ക് ഞാൻ എടുത്തുകൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്താലോ എനിക്കൊരു കുഴപ്പവുമില്ല. ഉമ്മാന് വേണ്ടി എത്ര ക്ഷീണം ഞാൻ സഹിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഏതൊക്കെ മലകൾ ചവിട്ടിക്കേറിയാലും ഏതൊക്കെ കുന്നുകൾ ചവിട്ടിക്കേറിയാലും എന്റെ ഉമ്മാനെ ചുമരിലേറ്റിക്കൊണ്ട് ഞാൻ ഉമ്മാനിഷ്ടമുള്ള സ്ഥലത്തൊക്കെ എന്റെ ചുമരിൽ ഞാൻ വഹിച്ചു കൊണ്ടുപോകും ഉമർ തങ്ങളെ. എന്റെ ഉമ്മാന്റെ സാരത്തു നിന്ന് ഞാൻ മാറാറില്ല. ഉമ്മാന് പ്രയാസമുള്ളതൊന്നും ഞാൻ പറയാറില്ല, ചെയ്യാറില്ല. ഉമ്മാന്റെ ഇഷ്ടം നോക്കി ആ പരിസരത്ത് ഞാൻ ഇരിക്കും ഉമൃതങ്ങള്. ആ ഉമ്മാനോടുള്ള കടമ ഞാൻ പൂർത്തിയാക്കിയേ ഉമൃതങ്ങളെ. നിങ്ങളൊന്ന് പറയണമെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മയോടുള്ള കടമയും കടപ്പാടും അറിയാത്ത ആധുനാധുനികതയുടെ പളവളപ്പിൽ പ്രിയപ്പെട്ട പ്രായം തന്ന ഉമ്മയെയും ഉപ്പയെയും ഉമ്മയെയും ഉപ്പയെയും അധികപ്പറ്റായിട്ട് ചിന്തിക്കുന്ന മക്കളാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കേട്ടോ. ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും പ്രായം ചെന്ന് ക്ഷീണം ചെന്ന് വീട്ടിൽ കിടക്കുമ്പോ അതൊരു വേസ്റ്റായിട്ട് തോന്നുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിലൊന്ന് കേട്ടോ. നിനക്ക് വേണ്ടി ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുത്തി അവസാനം രോഗശയ്യയിലായി ഉമ്മ ചുമച്ചുകൊണ്ട് കിടക്കുമ്പോ വലിച്ചുകൊണ്ട് കിടക്കുമ്പോ ഉമ്മയുടെ ശബ്ദങ്ങൾ ഒരു അവശബ്ദമായിട്ട് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉപ്പാന്റെ ചുമയും കുറയും ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, പൊന്നുമോനെ പൊന്നുമോനെ, നിന്റെ കടമ പൂർത്തിയായിട്ടില്ല, നിന്റെ കടമ പൂർത്തിയായിട്ടില്ലടാ പൊന്നുമോനെ, നിന്റെ കടമ പൂർത്തിയായിട്ടില്ല പൊന്നുമോനെ. കാരണം നീ പ്രിയപ്പെട്ട ഉമ്മാനിപ്പോൾ ചെയ്തു കൊടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടി നിന്റെ ചെറുപ്പകാലത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ലയോ? എത്രയോ രാവുകളിൽ നിനക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ ഉറക്കം കളഞ്ഞ് നിന്റെ ഭൂമുഖത്ത് നോക്കിയിരുന്നിട്ടില്ലയോ? ആ ഉമ്മ പലപ്പോഴും ഉടുത്തുരങ്ങി അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് വിശേഷങ്ങൾക്ക് വേണ്ടി പോകുമ്പോ നീ ആ ഉമ്മാന്റെ ശരീരത്തിലേക്ക് പലപ്പോഴും കാഷ്ടിച്ചിട്ടുണ്ട്. മറന്നു പോകണ്ട പൊന്നുമോനെ. അതുമ്മാക്ക് ദേഷ്യം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പുഞ്ചിരിയോടെ എന്തോ വിലയുള്ള എന്തോ അമൂല്യമായ വസ്തുക്കൾ കൈകൊണ്ടെടുക്കുന്നത് പോലെ നിന്റെ കാട്ടമെടുത്ത് വൃത്തിയാക്കിയ ഉമ്മ
നിനക്കൊന്ന് പനി പിടിച്ചാൽ, നിനക്കൊന്ന് പ്രയാസം തന്നാൽ കണ്ണും കൽബും നിറഞ്ഞു പോകുന്ന ഉമ്മ, നീ ഒന്ന് കരഞ്ഞാൽ നടന്നു നീങ്ങുമ്പോ ഉമ്മ, അതേ ഉമ്മയ്ക്ക് ഊരവേദന എടുക്കുന്നുണ്ട്, കയ്യും കാലിനും വല്ലാത്ത കടച്ചിലും കടുപ്പമുണ്ട്, പ്രയാസമുണ്ടെങ്കിലും നീ അങ്ങ് കരഞ്ഞാൽ ഊരവേദന മാറ്റിവെച്ച് നിന്നെ ഒക്കത്ത് വെച്ചുകൊണ്ട് വേച്ച് പലപ്പോഴും നടന്നിട്ടുണ്ട് പൊന്നുപോലെ. നിന്റെ ഉമ്മ നീ മറന്നു പോകണ്ടോ? അതുകൊണ്ട് ഉമ്മയോടുള്ള കടമ നിനക്ക് പൂർത്തിയാക്കാൻ സാധ്യമല്ല എന്നോ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേവലം എന്തെങ്കിലും ഉപരിവിപ്ലവം കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം വാങ്ങാമെന്നോ ആരും കൊതിക്കണ്ട. നമ്മളെങ്ങനാ ഉമ്മാനെ സന്തോഷിപ്പിക്കുന്നത്? നമ്മളെങ്ങനാ ഉമ്മാനോടുള്ള ഉപ്പാനോടുള്ള കടമ നിർവഹിക്കുന്നത്? എങ്ങനാ? 5 മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മകന്റെ, പാവപ്പെട്ട മകന്റെ വീട്ടിലുള്ള ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ആ പൊന്നുമോന്റെ വീട്ടിലായിരിക്കും ഉമ്മ കഴിയുന്നത്, അല്ലേ? വലിയ മാളികയുള്ളവന് ഉമ്മ അധികപ്പറ്റ. അതുകൊണ്ട് 5 മക്കളിൽ ഉമ്മ കിടന്നുറങ്ങുന്നത് ഏതെങ്കിലും ഒരു കൂരയിലാ. ഉമ്മയില്ലാത്ത വീട് നരകമാ. ഉമ്മയില്ലാത്ത വീട് എന്ത് സ്വർഗസുഗന്ധമാ ചെറുപ്പക്കാരാ. അമ്പര ചുംബികളായ രമ്യഹർമ്മങ്ങളാണെങ്കിലും ശീതീകരിച്ച റൂമുകളാണെങ്കിലോ കണ്ണിനാനന്ദം പകരുന്ന കാഴ്ചകളാണ് നിന്റെ റൂമുകളിലുള്ളെങ്കിലോ അവിടെ നിന്റെ ഉമ്മയില്ലെങ്കിൽ അവിടെ സ്വർഗമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? സ്വർഗം എവിടെയാടാ പൊന്നുമോനെ? എവിടെയാടാ പൊന്നുമോനെ? അൽ ജന്നത്തു തഹത അഖ്ദാമി ഉമ്മഹാ. നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന് പാദസേവ ചെയ്യൽ കൊണ്ടാ സ്വർഗം കിട്ടുക. നിന്റെ ഉമ്മാനെ സന്തോഷിപ്പിക്കൽ കൊണ്ടാ സ്വർഗം കിട്ടുക. നിന്റെ ഉമ്മ ഒന്ന് പുഞ്ചിരിച്ചാൽ, ഉമ്മ ഒന്ന് സന്തോഷിച്ചാൽ നിനക്ക് സ്വർഗത്തിന്റെ ഇരിപ്പിടമാ കിട്ടുക. ഉമ്മാന്റെ കണ്ണുനീര് നീ കാരണമായിട്ട് വന്നു പോയാൽ നരകത്തിൽ സീറ്റാ നീ ഉറപ്പിക്കുക. അതുകൊണ്ട് മറന്നു പോകണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മയോടുള്ള കടമയും കടപ്പാടും നീ എങ്ങനാ നിറവേറ്റുന്നത്? ഒന്ന് പെരുന്നാൾ വരുമ്പോൾ, ഒരു പെരുന്നാൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും അവധി ദിവസം വരുമ്പോൾ നീ നിന്റെ പൊണ്ടാട്ടിയുമായിട്ട് പോവുകയാ ഉമ്മയെ കാണാൻ. ഉമ്മാനോടുള്ള കടമയും കടപ്പാടും വർത്തമാനകാല സാഹചര്യത്തിലെ വിശ്വാസികൾ നിറവേറ്റുന്നതിന്റെ കാഴ്ചകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. നീ പോകുന്ന വഴിക്ക് നീ വലിയ വാഹനമുള്ള ആളാ. കാരണം ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത് നിന്നെ വലിയ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റി, നിനക്ക് വലിയ വിദ്യാഭ്യാസം നൽകി, നല്ല ക്വാളിറ്റിയുള്ള സ്കൂളിൽ തന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച് വേണ്ടതൊക്കെ നിനക്ക് വേണ്ടതൊക്കെ നൽകി. പ്രായം ചെന്ന് പ്രയാസം അനുഭവിക്കുമ്പോൾ ആ ഉമ്മ പിന്നെ നിനക്ക് അധികം പറ്റാവുകയാണ്. ആ ഉപ്പ പറഞ്ഞ അപ്പന നിനക്ക് ബുദ്ധിമുട്ടാവുകയാണ്. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ നീ വാഹനത്തിലേക്ക് ഉമ്മാനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ പരിസരത്ത് പോകുന്നതിന്റെ ഇടയില് ആ റോഡിന്റെ സൈഡിൽ ഒരു കട കാണുമ്പോൾ പെട്ടെന്ന് ആ കടയിൽ നിന്റെ വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് ചവിട്ടുകയാണ്. ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് കയറുകയാണ്. ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് കയറി 1 കിലോ ആപ്പിള്, 1 കിലോ മുന്തിരിങ്ങ, 1 കിലോ മാങ്ങയുടെ കാലമാ, മാമ്പഴക്കാലമാ, 1 കിലോ നല്ല മാങ്ങ, മരുന്നൊന്നും അടിക്കാത്തതാവട്ടെ, ഉമ്മായിക്കല്ലയോ ആവട്ടെ. അങ്ങനെ 1 കിലോ മാമ്പഴം, അപ്പുറത്തെ ബേക്കറിയിൽ നിന്ന് ഒരു 10 ലഡുവും 1.5 കിലോ ഹൽവയും, അങ്ങനെ കുറച്ച് മധുരമുള്ളതും ഒക്കെ നീ വാങ്ങിക്കൊണ്ട് 2 പൊതിയിലാക്കി നിന്റെ പൊണ്ടാട്ടിയുമായി, നിന്റെ ഭാര്യയുമായി, നിന്റെ മക്കളുമായിട്ട് നിന്റെ സ്വന്തം വാഹനത്തിൽ വർഷാവർഷം ഏതോ ഒരു കടമ തീർക്കുന്നത് പോലെ, നേർച്ച നിർവഹിക്കുന്നത് പോലെ നിന്നെ നീയാക്കി മാറ്റിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്ന കിടക്കയുടെ അടുക്കലേക്ക് നീ ചെല്ലുമ്പോ അങ്ങോട്ട് ചെന്ന് ഉമ്മാന്റെ അടുക്കലെ ഉമ്മാക്ക് സുഖമാണോ? കടമയാ, സമുദായത്തിന്റെ മക്കളുടെ കടമയാ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ആ പൊതിയങ്ങ് ഉമ്മാന്റെ കട്ടിലിന്റെ, രോഗം വന്ന് പ്രയാസപ്പെട്ട് കിടക്കുന്ന ഉമ്മാന്റെ കട്ടിലിന്റെ സമീപത്ത് കൊണ്ടുപോയി നിന്റെ പൊതിയങ്ങ് സ്ഥാപിക്കുകയാ. എന്നിട്ട് ഉമ്മാനോടൊന്ന് സുഖമാണോ? അല്ലേ?
ഒരല്പസമയം കഴിയുമ്പോൾ നിന്റെ ഭാര്യ ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട് നിന്നെ. എന്താ പതുക്കെ പറയുന്നുണ്ട്, സമയം ഒരുപാടായി, അങ്ങോട്ട് പോകുന്ന റോഡൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, രാത്രിയായാൽ പോകാൻ പ്രയാസമാണ്, നമ്മുടെ കുട്ടികൾക്ക് രാവിലെ ട്യൂഷൻ ഉള്ളതാണ്, അതുകൊണ്ട് പോകാൻ സമയമായി. നീ ഉമ്മാന്റെ അടുത്ത് പോയി പറയുന്നു, അരമണിക്കൂറായിട്ടേ ഉള്ളൂ, നീ വന്നിട്ട് അരമണിക്കൂറായിട്ടേ ഉള്ളൂ. ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി നീ പറയുകയാ, ഉമ്മ എനിക്ക് പോണം, ഉമ്മ ഉമ്മ എനിക്ക് പോണം, ഉമ്മ കുട്ടികൾക്ക് രാവിലെ ട്യൂഷൻ ഉള്ളതാ, പോകുന്ന വഴിയൊക്കെ ബുദ്ധിമുട്ടാ, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാ, ഇൻഷാ അല്ലാഹ് അടുത്ത റമദാന് വരാം, അടുത്ത റബീഉൽ അവ്വലിൽ വരാം, അടുത്ത വെക്കേഷന് വരാം, ഉമ്മ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് നല്ല ഉള്ളതിൽ നല്ല ഒരു നോട്ടെടുത്ത് നീ ചുരുട്ടിപ്പിടിച്ച് ആ പാവപ്പെട്ട ഉമ്മയുടെ പ്രായം ചെന്ന കൈയുണ്ടല്ലോ, നിന്നെ താരാട്ട് പാട്ട് പാടിത്തന്ന നീ കിടന്നുറങ്ങി എത്രയോ രാവുകളിൽ നിന്റെ പന്നിനെ നീ കിടക്കുന്ന മെത്തയെക്കാളും സുഖനിദ്ര പ്രാപിക്കാൻ ഉമ്മ വിരിച്ചു തന്ന സുന്ദരമായ കൈയുണ്ടല്ലോ, കയ്യിലേക്ക് നീ പകരം കൊടുക്കുന്നത് നീ തൊട്ടുകളാണോ? ചെറുപ്പക്കാരാ, 1 കിലോ ആപ്പിളിനും 1 കിലോ ഓറഞ്ചിനും 10 ലഡുവിനും ഉമ്മയുടെ സ്നേഹത്തിന് വില നിശ്ചയിക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുപോലെ പൊന്നുമോനെ, മാതൃഹൃദയത്തിന്റെ വലിപ്പം നീ അറിഞ്ഞിട്ടില്ല, ഉമ്മയുടെ ഹൃദയത്തിന്റെ വസന്തി നീ അറിഞ്ഞിട്ടില്ല, ഉമ്മ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല, ഉമ്മ ആശിക്കുന്നത് എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല. 1 മണിക്കൂറെങ്കിലും ഉമ്മാന്റെ അടുത്ത് ഒന്ന് ഉമ്മാരെ ഒന്ന് ചേർത്ത് വെച്ച് ഉമ്മാന്റെ കൈ പിടിച്ചൊന്ന് മുഖത്ത് വെച്ച് ചുംബിച്ചുകൊണ്ട് ഉമ്മ എന്റെ ഉമ്മ എന്ന് നീ ഒന്ന് വിളിക്കാ. ഉമ്മയ്ക്ക് വലിയ കൊതിയാടാ, പൊന്നുപോലെ കൊതിയാടാ, പൊന്നുപോലെ. ആ ഉമ്മയുടെ ഹൃദയത്തിന്റെ താളമുണ്ടല്ലോ, കോടിക്കണക്കിന് രൂപ ഉമ്മാന്റെ മുമ്പിൽ നീ അർപ്പിക്കുന്നതിനേക്കാൾ ഒരുപാട് ഫ്രൂട്ട്സിന്റെയും പലഹാരങ്ങളുടെയും കുമ്പാരങ്ങൾ ഉമ്മാന്റെ മുമ്പിൽ നീ ലോഡായി കൊടുക്കുന്നതിനേക്കാളും നിന്നെ പോറ്റി വളർത്തിയ ഉമ്മാന് നിന്നെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെച്ചിട്ട് ആ ശിരസിൽ ഒരു ചുംബനം കൊടുക്കുമ്പോ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന പൊന്നുമോന്, ഏത് കണ്ണുനീരാണെന്നറിയുമോ പൊന്നുമോന്? ചെറുപ്പകാലത്ത് നിനക്കുറക്കമില്ലാതെ വന്നപ്പോ, ചെറുപ്പകാലത്ത് നീ വല്ലാതെ ക്ഷീണിച്ചപ്പോ, ചെറുപ്പകാലത്ത് നിനക്ക് പനി വന്നപ്പോ, ചെറുപ്പകാലത്ത് നിനക്ക് ശരീരത്തിൽ പ്രയാസം വന്നപ്പോ, ചെറുപ്പകാലത്ത് നീ മറന്നു വീണ് നിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയപ്പോ, ചെറുപ്പകാലത്ത് പള്ളിക്കുടത്തിൽ പോയിട്ട് ടീച്ചർ അടിച്ചു എന്നുള്ള വിവരം പറയുമ്പോ, ചെറുപ്പകാലത്ത് നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കേട്ടപ്പോ ആ വലിച്ചിറങ്ങിയ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് വലിച്ചിറങ്ങും സഹോദരാ. അതുകൊണ്ട് നോട്ടിന് ഉമ്മാനോടുള്ള സ്നേഹത്തിന്റെ പ്രതികരണം നടത്താനല്ല. ഉമ്മയില്ലാത്ത വീട് നരകമാ, മറന്നു പോകണ്ട. ഏതൊക്കെ അത്യാധുനിക സജ്ജീകരണങ്ങൾ നിന്റെ വീട്ടിന്റെ അകത്തളത്തിലുണ്ടെങ്കിലും ഹബീബായ പ്രവാചകം പറഞ്ഞത് വെറുതെയല്ല. അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. എത്ര വലിയ സ്നേഹമാണോ ലോകത്ത്, ഇതുപോലെ പകരം വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ, ഗൾഫിൽ നിന്ന് വരുമ്പോ നീ ആദ്യമായിട്ട് വിളിക്കുന്നത് നിന്റെ പൊണ്ടാട്ടി ആവട്ടെ, നീ വിളിച്ചു, ആവശ്യം പോലെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയാ, മോളെ ഞാൻ 2 വർഷമായി പോയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരും, അടുത്ത ബുധനാഴ്ച രാവിലെ ഞാൻ അവിടെ എത്തും, ഇൻഷാ അല്ലാഹ് 10 മണിക്ക് വീട്ടിലെത്തും. നിനക്ക് എന്താ വേണ്ടത്? 2 ആഴ്ചക്ക് മുമ്പ് വിളിച്ചു ചോദിക്കും. ഭാര്യ പറയും, ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള ആ നെക്ലസ് ഇല്ലേ, ഞാൻ അന്ന് മുതലാ പറയാറുള്ള, അങ്ങനെ നല്ല ആ മോഡലൊക്കെ ഉള്ളേ, അതും പിന്നില്ല മറ്റേ സാധനം, പിന്നില്ല അന്ന് പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോ കടയെന്ന് നിങ്ങളോട് ഞാൻ ചൂണ്ടിക്കാണിച്ച് അത് വേണമെന്ന് പറഞ്ഞപ്പോ ഗൾഫിൽ നല്ല സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു ലിസ്റ്റ് അങ്ങ് പറയാ. മോളോട് ചോദിക്കും, മോളെ നിനക്കെന്താ വേണ്ടത്? ഉപ്പ എനിക്ക് ഒരു ഡെസ്ക് ടോപ്പ് വേണം, ഒരു കമ്പ്യൂട്ടർ വേണം. മോനെ നിനക്കെന്താ വേണ്ടത്? എനിക്കൊരു ലാപ്ടോപ്പ് വേണം. ഇളയ മോനോട് ചോദിക്കും, മോൻ എന്താ വേണ്ടത്? എനിക്ക് എല്ലാ സംവിധാനമുള്ള നല്ലൊരു ഐപാഡ് വേണം. സഹോദരിമാരോട് ചോദിക്കുമ്പോ അവർ ഓരോന്ന് പറയാം. അവസാനം പാവപ്പെട്ട ഉമ്മ, ഞാൻ വരികയാണ്, അടുത്ത ആഴ്ച വരികയാ ഉമ്മ,
നിങ്ങൾക്ക് എന്ത് വേണമമ്മോ, നിങ്ങൾക്ക് എന്ത് വേണമമ്മോ? പ്രിയപ്പെട്ട പൊന്നുമോനെ, നീ ചോദിക്കുമ്പോ ഉമ്മാന്റെ മറുപടി എന്താ? എത്രയോ മറുപടികൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിങ്ങൾ കേട്ടതാ. മറന്നു പോകണ്ട. ഉമ്മാന്റെ മറുപടി എന്താ? പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, നിനക്കൊരു കുഴപ്പവുമില്ലാതെ എത്രയും പെട്ടെന്ന് എന്റെ ഉമ്മാന്റെ ചാരത്ത് എന്റെ പൊന്നുമോൻ എത്തിയാ മതി. എന്റെ പൊന്നുമോനെ ഒന്ന് കണ്ടാൽ മതിയടാ. എന്റെ പൊന്നുമോൻ എത്തിയാലും മതി. ഉമ്മയ്ക്കെല്ലാം പൊരുത്തമാണ് മോനെ. ആ ഉമ്മയുടെ മനസ്സറിയാത്ത ചെറുപ്പക്കാരാ, ആ ഉമ്മയുടെ ഹൃദയമറിയാത്ത പെങ്ങള് നരകമാണ്. മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മിമ്പറിലേക്ക് കടക്കുകയാ. മദീനയുടെ മിമ്പറിലേക്ക് ഖുതുബ ഓതാൻ വേണ്ടി കടന്നു പോകുമ്പോ മിമ്പറിന്റെ പടവുകളിൽ പ്രവാചകൻ മിമ്പറിന്റെ പടവുകളിൽ പാദമൂന്നിയപ്പോ ഖാല ആമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ആമീൻ എന്ന് പറയുമ്പോ സഹാബത്തിന് അത്ഭുതമായി, പടച്ചവനെ ഇതെന്ത് പ്രാർത്ഥനയാ, ഇതെന്താണ് റസൂലുള്ളാഹി ആമീൻ പറയുന്നത്? ദ്വാരം ആരും കണ്ടില്ലല്ലോ. സാധാരണ അങ്ങനെ മുൻപറിലേക്ക് ഖുതുബ ഓതാൻ വേണ്ടി കടന്നു പോകുമ്പോ അവിടുന്ന് ആമീൻ പറയാറില്ലല്ലോ. എന്തിനാണ് ആമീൻ പറയുന്നത്? മൂന്ന് പടവിലേക്കും പരിശുദ്ധമായ പാദമൂന്നിക്കൊണ്ട് ആമീൻ 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 മൂന്ന് ആമീനും ചൊല്ലിയിട്ട് ഖുതുബ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയ ആരംഭ പൂവിനോട് സഹാബി വൃന്ദം ഒന്നടങ്കം ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ആമീൻ പറഞ്ഞത്? സാധാരണ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചയല്ലല്ലോ. എന്തിനാണ് ആമീൻ പറഞ്ഞത്? പ്രാർത്ഥിച്ച ഒരാളിനെയും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഉടൻ തന്നെ ലോകത്തിന്റെ അന്ത്യപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, യാ സഹാബാ, ഞാൻ എന്തിനാണ് ആമീൻ പറഞ്ഞതെന്നറിയുവോ? ഞാൻ എന്തിനാണ് ആമീൻ പറഞ്ഞതെന്നറിയുവോ? മറ്റൊന്നിനുമല്ല, ഒരാൾ പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ഒരാൾ മൂന്ന് പ്രാർത്ഥന നടത്തി. ആരാണ് പ്രാർത്ഥിച്ചതെന്നറിയുമോ? മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എന്താണ് മൂന്ന് പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ഏതാണെന്നറിയുവോ? പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തിലൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ട സഹോദര. ഉമ്മയുടെ വിലറിയാത്ത, ഉപ്പയുടെ വിലയറിയാത്ത, പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കടമയുടെ വലിപ്പമറിയാത്ത, അവരുടെ കണ്ണുനീരിന്റെ വിലയറിയാത്ത, അവരുടെ സന്തോഷത്തിന്റെ വിലയറിയാത്ത ആധുനിക യുവാക്കളെ, ആധുനിക യുവതികളെ, ഒന്നറിയണേ പൊന്നുമോള്, നിന്റെ പേരിനോടത്ത് ഇംഗ്ലീഷ് അക്ഷരമാല കൂട്ടങ്ങളെ സ്വന്തം പേരിനോടത്ത് മെമ്പടി ചേർത്ത് എഴുതി വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരുപാട് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദ കൂമ്പാരങ്ങളും നീ സ്വന്തമായിട്ട് സ്വായത്തമാക്കിയിട്ടുണ്ട്. ഓക്കെയാ, പക്ഷേ ഉമ്മയാരെന്നറിയണേ മോളെ, ഉപ്പയാരെന്നറിയണേ മോളെ. ഹബീബായ പ്രവാചകൻ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂന്ന് പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന എന്താണെന്നറിയുവോ? ഉമ്മയും ഉപ്പയും പ്രായം ചെന്ന രൂപത്തിൽ, ശ്രദ്ധിക്കട്ടെ, ഉമ്മയും ഉപ്പയും പ്രായം ചെന്ന രൂപത്തിൽ, അതേ പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും അവരിൽ ഒരാളോ വീട്ടിൽ ഉണ്ടായിരിക്കെ അവർക്ക് ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത് ആർക്കെങ്കിലും സ്വർഗം കിട്ടിയിട്ടില്ലയോ? ആർക്കെങ്കിലും സ്വർഗം സമ്പാദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലയോ? അവന്റെ മേൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയാതെ പോകട്ടെ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ പോകട്ടെ, പടച്ചവന്റെ ശാപമുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ കോപമുണ്ടാകട്ടെ എന്ന് മുഖറബ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞപ്പോ യാ സഹാബാ ഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞതാ. പറഞ്ഞത് പ്രായം ചെന്ന ഉപ്പയുമ്മയും വീട്ടിൽ ഉണ്ടായി കിട്ടിയാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നു നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്. പെട്ടെന്ന് അങ്ങ് പ്രായം ചെല്ലാൻ വേണ്ടി നീ ദ്വാരക്കണ്ട, നീ ഭാഗ്യം കൂടി കിട്ടാൻ വേണ്ടി വല്ലാത്ത കാലം ഒന്നും പറയാൻ പറ്റൂല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രായം ചെന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെയുള്ള മക്കൾക്ക് വളരെ ഷോർട്ടായിട്ട് സ്വർഗത്തിൽ പോകാൻ സാധ്യമാണെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ. എത്ര സ്നേഹമാണോ ഉമ്മയുടെ സ്നേഹം! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചെറുപ്പകാലത്ത് പള്ളിക്കുടത്തിൽ പോയി, മഴക്കാലമാണ് ഇനിയും വരാൻ പോകുന്നത് അല്ലേ, ജൂൺ
ജൂലൈ മാസത്തിൽ അപ്പൊ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ മഴയാ. ഇങ്ങനെയുള്ള മഴക്കാലത്ത് വീട്ടിൽ നിന്ന് നമ്മള് പള്ളിക്കുടത്തിന്റെ പടിപ്പുരയിലേക്ക് നമ്മൾ കടന്നു പോയിട്ട് മഴക്കാലത്ത് മഴവെള്ളം ഇങ്ങനെ ചോർന്നൊലിച്ചുകൊണ്ട് ശരീരത്തിലേക്കും പുസ്തക സഞ്ചിയിലേക്കും തലയിൽ നിന്നും ഡ്രസ്സിൽ നിന്നുമൊക്കെ ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരും. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരുപക്ഷെ നിന്റെ ഇക്കാക്കയായിരിക്കും. നിന്റെ ഇക്ക, മൂത്താളിന് എന്താ പറയാ? ഇക്കാന്നല്ലേ പറയാ. നമ്മളെ മൂത്ത സഹോദരൻ എന്താ പറയാ? ഇക്ക അല്ലേ? കായ്ക്കൊരു കുറവില്ലല്ലോ. ഇക്ക, നിന്റെ ഇക്കയായിരിക്കും ഒരുപക്ഷെ ആദ്യം കാണുന്നത്. എന്തായിരിക്കും ഇക്കാന്റെ മറുപടി? നീ ഇങ്ങനെ മഴ നനഞ്ഞു വരുന്ന ഒരു സുഖമല്ല, ഒരു കുട എടുത്തോണ്ട് പോയി കൂടായിരുന്നു. അവിടെ എത്ര കുടയാളുള്ളത്? ഇക്കാന്റെ ഉപദേശം. ഇനിയിപ്പോ അത് പറ്റൂല, കുടയെടുക്കാനും പറ്റൂല, ഇനിയിപ്പോ തിരിച്ച് നനയാൻ പറ്റും. അടുത്തത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മറുപടി കേട്ടുകൊണ്ട് തിരിച്ചകത്തേക്ക് കിടക്കുമ്പോ പിന്നെ ഇത്താത്തേക്കാണ്, എന്റെ മൂത്ത താത്ത. ഇത്താത്തക്ക് എന്താ പറയാനുള്ളത്? മോനെ, അവരൊക്കെ മനസ്സ് കുറച്ചും കൂടെ കട്ടിയുറ. അതുകൊണ്ട് അവര് പറയും, മഴ തോന്നിട്ട് പോയാ പോരായിരുന്നു. കുടയെടുപ്പ് എന്തായാലും നടക്കില്ല, ഇത് കുറച്ച് പ്രാക്ടിക്കലാ. മഴ തോന്നിട്ട് നീ പോയാൽ പോരായിരുന്നോ? കടന്നു വരുമ്പോൾ പിന്നെ കാണുന്നത് ഉപ്പയാ. ഉപ്പയുടെ മറുപടി എന്താ? നീ ഇങ്ങനെ മഴ നനഞ്ഞ് പനി പിടിച്ചാലേ എന്റെ പോക്കറ്റിൽ നിന്നാ പൈസ ഞാനാ കൊണ്ടുപോകേണ്ടത്, ആരും വരൂല. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പുറത്തുനിന്ന് ആരും വരൂല, ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടത്. ഈ പൊന്നുമോൻ ഇതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ചകത്തോട്ട് പോകുമ്പോ എനിക്കും നിങ്ങൾക്കും എത്രയോ തവണ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഉമ്മ നോക്കുമ്പോ പൊന്നുമോന് മഴ നനഞ്ഞുകൊണ്ട് അകത്തേക്ക് വരികയാ. പലരും പല കമന്റും പറയുമ്പോ ഉമ്മ ഒരു കമന്റും പറയാതെ ഓടിപ്പോയിട്ട് ഒരു തോർത്തുമുണ്ടെടുത്ത് കൊണ്ടുവന്നിട്ട് പൊന്നുമോന്റെ തല തുടച്ച് കൊടുത്തുകൊണ്ട് ദൂരേക്ക് നോക്കി വെളിയിലേക്ക് നോക്കിയിട്ട് പറയുകയാ, എന്തിനാണ് ഈ നാശം പിടിച്ച മഴ ഇപ്പൊ പെയ്തത്? എന്റെ പൊന്നുമോ, ഇന്ന് വീട്ടിൽ വന്നിട്ട് പെയ്താൽ പോരായിരുന്നു. എന്റെ പൊന്നുമോന് വന്നിട്ട് പെയ്താൽ പോരായിരുന്നു. മഴയെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് ലോകത്തിലുണ്ടെങ്കിൽ അതാണ് ഉമ്മ. സ്നേഹത്തണലായ ഉമ്മ, വാത്സല്യത്തിന്റെ നിധിയായ ഉമ്മ. ആ ഉമ്മയെ അറിയാനുള്ള മനസ്സാണ് സഹോദര നാം ഉണ്ടാക്കേണ്ടത്, മറക്കണ്ട. അതുകൊണ്ട് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ഒരു സഹാബി പറയുകയാ, ഒരു അമലും അതിനോളം വരൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു അമലും അതിനോളം വരൂല. ഉമ്മാനെ ഖിദ്മത്ത് ചെയ്യുന്നതിനപ്പുറം ഒന്നുമില്ല. വലിയ ഭാഗ്യമാണ്. അള്ളാഹു ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ത്വൽഹത്ത് ബിൻ മുആവിയ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അവിടുന്ന് യുദ്ധത്തിന് വേണ്ടി പട നയിക്കുന്ന സമയമാണല്ലോ, എനിക്കും കൂടി യുദ്ധത്തിന് പോകാൻ അനുവാദം തരുമോ യാ റസൂലല്ലാഹ്? എനിക്കും മടരാടി പോർക്കളത്തിൽ പോരാടി സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് യാ ഹബീബല്ലാഹ്. എനിക്ക് അവിടുന്ന് അനുവാദം മൂളി തരുമോ യാ റസൂലല്ലാഹ്? ആരംഭപ്പൂവായ പ്രവാചകൻ ചോദിക്കുന്നു, പൊന്നുമോനെ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ഉമ്മയുണ്ട് യാ റസൂലല്ലാഹ്. ആ ഉമ്മയുടെ പരിചരണമൊക്കെ എങ്ങനെയാണ്? ഞാനാണ് യാ റസൂലല്ലാഹ്. മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്. ഞാനാണ് ഉമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഉടൻ തന്നെ മുത്തുനബി പറയുകയാണ്, ഇദ്ഹബ് ഇലാ ബൈതിക അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാ. അടർക്കളത്തിൽ പോരാടാൻ നീ വരണ്ട പൊന്നുമോനെ. നീ സ്വർഗം കൊതിക്കുന്നവനാണോ? സ്വർഗം കൊതിക്കുന്നവനാണോ? നിന്നെ ഉമ്മാന്റെ ചാരത്ത് നീ പോകുമോ? ആ ഉമ്മാന് വേണ്ട സേവനങ്ങൾ നീ ചെയ്യുമോ? നിനക്ക് അല്ലാഹു സുനിശ്ചിതം സ്വർഗം നൽകും, മറന്നു പോകണ്ടായെന്നോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുമ്പോ ഹബീബായ പ്രവാചകന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ചെറുപ്പക്കാരെത്രയാ! അള്ളാന്റെ ഹബീബിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന
സഹോദരിമാരെത്രയാ, എത്രയോ ഉമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടമല്ലേ. എത്രയോ അമ്മമാര് സുബ്ഹാനല്ലാഹ്, അതേ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സെർച്ച് ചെയ്തു നോക്കുമ്പോ എത്രയോ വൃദ്ധസദനങ്ങളാ. ഒരേ വാഹനങ്ങളും പ്രിയപ്പെട്ട അമ്മമാരും ഉമ്മമാരും മാതാക്കളും പാർക്കുന്ന വൃദ്ധസദനത്തിന്റെ ചാരത്ത് ഒരു വാഹനം വന്ന് നിൽക്കുമ്പോ, ഒരു വാഹനം വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോ അവിടെ കിടക്കുന്ന അമ്മമാര് പെട്ടെന്ന് തന്നെ ആ ജനാലയിൽ അള്ളി പിടിച്ചുകൊണ്ട് നോക്കുക, എന്റെ മകനാണോ, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവനാണോ, എന്നെ കൊണ്ടുപോകാൻ വന്നവനാണോ, എന്നെ കൊണ്ടുപോകാൻ വന്നവനാണോ. സഹോദര, ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയാൽ പ്രതിഫലമല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മുമ്പിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന, എന്നെ സാഗൂതം വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് നീ എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് സമയം കണ്ണെടുക്കാതെ നോക്കിയിരുന്നിട്ടുണ്ടോ? എന്താ ഇത്രയും വലിയ മഹത്വമുള്ള ഉമ്മാടെ മുഖത്തേക്ക് നീ ഒരു മിനിറ്റ് സമയം, എന്റെ ഉമ്മ, ആ സ്നേഹത്തിന്റെ ഉന്നതമായ സൂക്ഷകം മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് കോറിയിട്ടുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ സ്നേഹത്തോടെ ഒരു മണിക്കൂറല്ല, ജീവിതത്തിൽ ഒരു മിനിറ്റ് സമയം, ഒരു മിനിറ്റ് സമയം നീ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയിരുന്നിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ കളിക്കൊഞ്ചലുകൾ കാണുമ്പോ, അവരെഴഞ്ഞ് താഴെ നടക്കുമ്പോ, അവര് പിച്ച വച്ച് നടക്കാൻ ശ്രമിക്കുമ്പോ, അവര് പിച്ച വർത്തമാനങ്ങൾ പറയുമ്പോ കണ്ണടക്കാതെ നോക്കിയിരിക്കുന്ന സഹോദര, കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന പെങ്ങളെ, ഒന്നാലോചിച്ചു നോക്ക്. പലതും നീ സാഗൂതം വീക്ഷിക്കുന്നുണ്ടോ? പക്ഷേ നിന്റെ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയ സന്ദർഭം ജീവിതത്തിൽ ഓർമ്മയുണ്ടോ? അത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നതെങ്കിൽ അതേ കാര്യം തന്നെയാ. കാരണം അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, കുറച്ച് കസേരയുണ്ട്. നിങ്ങൾ അൽഹംദുലില്ലാഹ്, നിങ്ങൾ കേൾക്കാൻ നിൽക്കുന്നവരാണ്, നിങ്ങൾ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വന്നവരല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് ഇരിക്കുക. ഒരല്പം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സുമായി ബന്ധപ്പെടുന്ന ഒരാളിനെയും റബ്ബേ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഉറച്ചാമീൻ പറ, നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്, നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഉറച്ചാമീൻ പറ, നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. എനിക്കറിയാം എത്രയോ സദസ്സുകളിൽ, ഞാൻ അഹങ്കാരം പറയല്ല, ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട് മശായിഖന്മാർ എവിടെ ഇരിക്കുക സഹോദരങ്ങളെ, സീറ്റുണ്ട്. ഒഴിവായി സീറ്റ് കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്നാൽ ഈ സീറ്റുകൾ നിരർത്ഥമാണ്, അത് അധികപ്പറ്റാണ്, അത് ഇസ്രാവിന്റെ പേരിൽ ഈ കമ്മിറ്റിക്കാരും കുറ്റം അള്ളാഹുവിന്റെ മുമ്പിൽ പറയേണ്ടി വരും. ഇവിടെ സീറ്റ് ഉണ്ടായിരിക്കുക, പുറത്ത് ആളുകൾ നിൽക്കുന്നത് അതൊരു സുഖകരമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഗാനമേളയുടെ സദസ്സല്ല, ഇത് മോണോ ആക്ടിന്റെ സദസ്സല്ല, ഇത് മിമിക്സ് പരേഡിന്റെ സദസ്സല്ല, ഇത് കോമഡി ഷോയുടെ സദസ്സല്ല, ഇത് ടാബ്ലോയുടെ സദസ്സല്ല, ഇത് ഫാൻസി ഡ്രസ്സിന്റെ സദസ്സല്ല, ഇതൊരു തോന്നിവാസത്തിന്റെയും സദസ്സല്ല. ഇത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സത്യവിശ്വാസികളായ സഹോദരങ്ങൾക്ക് അവരുടെ യഥാർത്ഥ സൽപാന്താവ് പഠിക്കാനും പകർത്താനും പടർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്ത, പടച്ചവൻ തൗഫീഖ് ചെയ്തിട്ടുള്ള ഒരു സദസ്സാണ്. അള്ളാഹു അതിനെ നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും, ഞാൻ വളരെ വിനയാന്വിതനായി, ഇതാരെയും ജയിപ്പിക്കാനല്ല, ഇതാരെയും തോൽപ്പിക്കാനല്ല, ഇതാർക്കും വോട്ട് പിടിക്കാനുള്ളതല്ല, ഇതാരുടെയും വോട്ട് കുറയ്ക്കാനും ഉള്ളതല്ല, അങ്ങനെയുള്ളൊരു പരിപാടിയൊന്നുമല്ല. ഇത് സത്യവിശ്വാസികളായ മുഴുവൻ സഹോദരങ്ങൾക്കും ഇതിനോട് സഹകരിച്ചാൽ ആത്മീയമായിട്ടുള്ള പ്രതിഫലനവും ഇതിന്റെ പിന്നിൽ ഉണ്ടാകും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കേവലം ഉമ്മാന്റെ മുഖത്ത് ഒന്ന് നോക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര പേരുണ്ട്? കൂടുതലൊന്നും പറയണ്ട, ഒന്ന് നോക്കിയിരിക്കുക എന്റെ ഉമ്മ അല്ലേ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നു, 3 കാര്യങ്ങളിലേക്ക് നോക്കിയാൽ പ്രതിഫലവാ. നോക്കിയാ പ്രതിഫലം. ഒന്ന് നോക്കിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. അള്ളാഹു നിനക്ക് തന്ന കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ കൂലി എഴുതപ്പെടും. ഏതാണ് 3 കാര്യമെന്നറിയുവോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തൽബിയത്തിന്റെ മന്ത്രങ്ങളുമായി കടന്നു പോകുന്ന സത്യവിശ്വാസിയുണ്ടല്ലോ, ആ കഅബാലയത്തെ ഒന്ന് കണ്ടാൽ
ഖൽബ് ചലിക്കാത്ത മുഅ്മിനുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗേഹമാകുന്ന സത്യവിശ്വാസികളുടെ ആത്മാവും സത്യവിശ്വാസികളുടെ ഹൃദയവും തിരിഞ്ഞു നിൽക്കുന്നത് ആ കഅബാലയത്തിലേക്ക്. ആ കഅബാലയത്തെ നോക്കിയാൽ പ്രതിഫലവാ. ആ കഅബാലയത്തെ നോക്കിയാൽ പ്രതിഫലവാ. ആമീൻ പറയണേ സഹോദരങ്ങളെ. അല്ലാഹുവേ, ഒരു നോക്ക് കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. കണ്ടവർക്ക് വീണ്ടും കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മതി വരുവോളം കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കൺകുളിർക്ക കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയത്തെ നോക്കിയാൽ പ്രതിഫലമാ. രണ്ടാമത്തെ വിഷയം ഏതാണെന്നറിയുവോ? വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന പ്രപഞ്ചത്തിൽ ഏകമായിട്ടുള്ള ഒരൊറ്റ ഗ്രന്ഥമേതാ? അതെ, 1500 വർഷത്തിന്റെ പഴക്കം ചെന്നിട്ടും ഇന്ന് വരെയും ഒരു വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലൂടെ കടന്നുപോയി മാലോകര അറിവിന്റെ ലോകത്തിലേക്കും അത്ഭുതത്തിന്റെ ലോകത്തിലേക്കും മാടി വിളിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. അതിന്റെ ഒരു പദം ഇന്ന് വരെയും മാറ്റിവെക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? അതിന്റെ ഒരു ആശയത്തിനെ ഒന്ന് മറിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിലൊരു പഴയതും പുതിയതുമുണ്ടോ സഹോദര? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആൻ ഒന്ന് നോക്കിയാൽ പ്രതിഫലവാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് നോക്കിയാൽ പ്രതിഫലമാണ്. പടച്ചവന്റെ വചനങ്ങൾ അല്ലാഹു കൊടുത്ത കണ്ണുകൾ കൊണ്ട് കേവലം ഒരു നോട്ടം കൊണ്ട് പ്രതിഫലം കിട്ടുന്ന വചനാമൃതമാ ഖുർആൻ. അതുകൊണ്ട് ആരും ഇനി ഓതണ്ടല്ലോ. ഓതുന്നവരൊക്കെ ഒന്ന് നോക്കിയിരുന്നാ മതിയല്ലോ എന്ന് ചിന്തിക്കണ്ട. കാരണം ഓതിയാലേ ഓതുന്നതിന്റെ പ്രതിഫലം കിട്ടൂ. നോക്കുമ്പോ നോക്കിയതിന്റെ പ്രതിഫലം കിട്ടൂ. മറക്കണ്ട. മൂന്നാമത്തെ വിഷയം ഏതാണെന്നറിയുവോ സഹോദരങ്ങളെ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയാൽ, ആ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയാൽ, ആ ഉമ്മാന്റെ മുഖത്ത് പൊന്നുമോനെ ആ മുഖത്തൊന്ന് നോക്കിയാൽ പ്രതിഫലമുണ്ട് എന്നോ. ആരംഭപ്പൂവേ, ആമിനാന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ മറക്കണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോ, പ്രത്യേകിച്ച് ഉമ്മയെ സംബന്ധിച്ച് പറയുമ്പോ, ഇത്രയും കൃത്യമായി ഇത്രയും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു പരാമർശം ഖുർആനില്ല. ഖുർആനിൽ നിസ്കരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ നിസ്കരിക്കണം, എത്ര വഖത്ത് നിസ്കാരം, അതൊക്കെ ഹദീസിലാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള രൂപരേഖകൾ. അവിടെയും അപൂർണമാണ്. പിന്നെ ഹദീസ് വേണ്ടതുപോലെ പഠിച്ചതും മനസ്സിലാക്കിയുമായ നമ്മുടെ ഇമാമിങ്ങൾ, ആ ഇമാമിങ്ങളാണ് ദീൻ എന്താണെന്ന് വ്യക്തമായ രൂപരേഖ നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത്. അതുകൊണ്ട് ഇമാമിങ്ങളായ മഹാന്മാരെയും ഔലിയാക്കന്മാരെയും മാറ്റി നിർത്തി ഒരു മതം അല്ലാഹുവിന്റെ ദീനായിട്ട് ലോകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നില്ല. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാമിങ്ങളെ തള്ളി ഒരു ഇസ്ലാമില്ല, ഔലിയാക്കന്മാരെ തള്ളി ഒരു ഇസ്ലാമില്ല, മഹാന്മാരെ പുച്ഛിച്ചു തള്ളി ഒരു ദീനില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന് പരിചയമില്ല, അവന്റെ ഹബീബിന് പരിചയമില്ല, മുൻഗാമികൾക്ക് പരിചയമില്ല. മറന്നു പോകണ്ട. ഖുർആനിൽ ഇങ്ങനെയൊക്കെ ചില സൂചനകൾ മാത്രമാണ് നിസ്കാരത്തിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും മറ്റുള്ള ആരാധനാ മുറകളെ കുറിച്ചും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. എന്നാൽ ഉമ്മയുടെയും മുപ്പയുടെയും വിഷയം വന്നപ്പോ ഖുർആന്റെ ശൈലി അങ്ങ് മാറി. പിന്നെ അങ്ങ് വിശദീകരിക്കുക. ഖുർആൻ സൂചികയൊന്നും കൊടുത്താൽ പറ്റൂല. വിഷയം ഗൗരവമുള്ളതായതുകൊണ്ട് അള്ളാഹു തന്നെ ഹബീബായ പ്രവാചകൻ ഇറക്കിക്കൊടുത്ത ഏറ്റവും വലിയ അത്ഭുതമാകുന്ന മുഅ്ജിസത്താകുന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, സൂറത്ത് ഇസ്രാഇന്റെ 24, 23, 24 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ
جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണേ. ആ ഉമ്മാനോട് എങ്ങനെ പെരുമാറണം, ഉപ്പയോട് എങ്ങനെ പെരുമാറണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വചനങ്ങളെ പോലും പരിചയപ്പെടുത്തി തരുന്ന ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവം എത്ര, വിഷയത്തിന്റെ ഗൗരവം എത്രയാ. ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ വചനങ്ങൾ പോലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോ വിഷയം നിസാരമാണോ സഹോദരങ്ങളെ? ഇന്നുവരെയും ആവശ്യമില്ലാത്തൊരു പ്രയോഗം നടത്തിയിട്ടില്ലാത്ത ഖുർആൻ. ഇത് അസ്ഥാനത്താണെന്ന് ഒരാൾക്കും ഒരു അല്ലാഹുവിന്റെ സൃഷ്ടിക്കും പറയാൻ പറ്റാത്ത ഖുർആൻ. അത്ഭുതകരമായ ഖുർആനിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനിലൂടെ അറിയിപ്പ് തരുകയാ. വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ ബഹുദൈവ ആരാധകരിൽ പെട്ടുപോകരുത്. ഖുർആൻ പോരാ, അത്രയും വലിയ പാപം പറന്നുകൊണ്ട് അതിനോട് ചേർത്ത് പറയുകയാ. വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ വാലിദൈനി ഇഹ്സാനാ. നീ തൗഹീദിന്റെ ഉടമസ്ഥനായി മുന്നോട്ട് കടന്നു വരുമ്പോ, നീ ഏറ്റവും വലിയ മുവഹിദാണ് എന്ന് നീ അവകാശപ്പെടുമ്പോ മറന്നു പോകണ്ട സഹോദരാ. വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ ഖിലാഹുമാ. ഒന്ന് മനസ്സ് തുറന്ന് കേൾക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ മനസ്സില്ലാത്തവൻ ഒരു സത്യവിശ്വാസിയാണോ? 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 അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ ഖിലാഹുമാ. ഉമ്മയും ഉപ്പയും നിങ്ങളുടെ അടുത്ത് ഒന്നെങ്കിൽ അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവരിൽ ഒരാള് വാർദ്ധക്യാവസ്ഥയിൽ നിങ്ങളടുത്ത് എത്തിയാൽ നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്? കാരണം ഏറ്റവും നല്ല ക്ഷമ വരുന്ന ക്ഷമ വേണ്ട സമയം അതാണല്ലോ, ഏറ്റവും നല്ല സഹനം വേണ്ട സമയം അതാണല്ലോ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രായം ചെന്നെടുത്ത് കിടക്കുമ്പോൾ, അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുമ്പോൾ, അവരുടെ ആരോഗ്യനില വഷളാകുമ്പോൾ, അവർക്ക് പ്രയാസങ്ങൾ ഘോഷയാത്രകളായി കടന്നു വരുമ്പോൾ, ഓരോ മകനും മകൾക്കും ഓരോ മക്കൾക്കും ഓരോ മകനും മകൾക്കും അതെ അവർക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ സഹനത്തിന്റെ സമയം അപ്പോഴാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അങ്ങനെ ഒരു സമയം എത്തിയാൽ ഫലാ തഖുല്ലഹുമാ ഉഫ് ഫലാ തഖുല്ലഹുമാ ഉഫ്. പലതും പറയാൻ നിങ്ങൾക്ക് തോന്നും മക്കളെ, പലതും പറയാൻ നിങ്ങൾക്ക് തോന്നും. ദേഷ്യം വരുന്നത് എവിടാണെന്ന് പറയാൻ പറ്റൂല. കാരണം ഉമ്മ ഒന്ന് ആലോചിച്ചു നോക്ക്, രോഗശൈലിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ കൂട്ടുകാരൻ നിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലെത്തിയപ്പോൾ ഉമ്മ ചോദിക്കുന്നു, മോനെ അവിടെ ആരുടെ സൗണ്ടാ കേൾക്കുന്നത്, അവിടെ ആരാ വന്നത്? ഉമ്മ കിടപ്പില്ല, ഓർമ്മക്കുറവുണ്ട്. ഉമ്മയോട് മകൻ പറയുന്നു, അതെന്റെ കൂട്ടുകാരൻ ബഷീറാണ് ആ വന്ന് നിൽക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു, പിന്നെയും ഒരു സംസാരം തുടങ്ങി. ഒന്നും കൂടി ഉമ്മ ചോദിക്കുകയാ, മോനെ ആരാ അവിടെ സൗണ്ട് കേൾക്കുന്നത്? ഉമ്മ ബഷീറാണെന്നല്ലേ ഉമ്മ ഞാൻ പറഞ്ഞത്? അത് ബഷീറാണ് ഉമ്മ. ആദ്യത്തെ ശൈലി മാറി. മൂന്നാമതുമ്മ അതും മറന്നുപോയി, പാവപ്പെട്ട ഉമ്മ മൂന്നാമതൊരു ചോദ്യം ചോദിക്കുന്നു, മോനെ 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 അതാരാണ്? ആരുടെയോ ശബ്ദം ഉമ്മറപ്പടിയിൽ കേൾക്കുന്നുണ്ടല്ലോ. തള്ളേ, നിങ്ങൾക്ക് അവിടെ കിടന്നൂടെ? ബഷീറാണെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞില്ലേ തള്ളേ? നിന്റെ ഭാഷ മാറിപ്പോയില്ലേ പൊന്നുമോനെ? നിന്റെ രീതി മാറിപ്പോയില്ലേ പൊന്നുമോനെ? 1000 തവണ നിനക്ക് പറഞ്ഞു പഠിപ്പിച്ച കാലം നീ മറന്നില്ലേ പൊന്നുമോനെ? നിനക്ക് ഓർമ്മയില്ലാത്ത കാലം നീ ഉമ്മയോട് ചോദിച്ചില്ലടാ, അതെന്തുവാണ്, അതെന്താ അതെന്താ അതെന്താ? 100 വട്ടം ചോദിച്ചപ്പോഴും ഉമ്മയ്ക്ക് സന്തോഷം കൂടുന്നതല്ലാതെ കുറവൊന്നുമില്ലല്ലോ. മോനെ അത് കാറാണ് മോനെ, അത് ബസ്സാണ് മോനെ, ഇത് പശുവാണ് മോനെ, ഇത് ആടാണ് മോനെ, അത് മരവാണ് മോനെ, ഇത് നിന്റെ ഉപ്പയാണ് മോനെ, അത് നിന്റെ കൊച്ചാപ്പയാണ് മോനെ, അത് നിന്റെ മൂത്താപ്പയാണ് മോനെ, അത് നിന്റെ വല്യാപ്പയാണ് മോനെ, ഇത് നിന്റെ പാവക്കുട്ടിയാ മോനെ, ഇത് അടുക്കളയാ മോനെ, ഇത് വീടാ മോനെ. ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നു, 1000 വട്ടം പറഞ്ഞു തന്നു ഉമ്മ. ഉമ്മായിക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല പൊന്നുമോനെ, ഉമ്മായിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല പൊന്നുമോനെ. 3-ാം തവണ നിന്റെ ഭാഷ മാറുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓരോ മനുഷ്യനെയും കുറിച്ചറിയാം. അതുകൊണ്ട് പറയുന്നു, ഫലാ തഖുല്ലഹുമാ ഉഫ്, ഛേ എന്ന് പോലും പറയല്ലേ
മക്കളെ, ഛേ എന്ന് പോലും പറയല്ലേ മക്കളെ. ഖുർആൻ പറയുന്നു ഫലാ തഖുല്ലഹുമാ ഉഫ്, ഛേ എന്ന് പോലും പറയല്ലേ. വലാ തൻഹുർഹുമാ, അവരോട് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കല്ലേ, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കല്ലേ, അവരോട് നിങ്ങൾ എതിർത്ത് സംസാരിക്കല്ലേ. എങ്ങനെയാ അവരോട് പറയേണ്ട ഭാഷ എന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ ഇത്രയും കൃത്യമായി ലോകത്തിലുള്ള രണ്ട് വ്യക്തികളോട് എങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു വാചകമുണ്ടെങ്കിൽ അത് ഉമ്മയോടും ഉപ്പയോടും എങ്ങനെ പറയണമെന്നുള്ള വാക്കുകളാ അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറക്കണ്ട എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, അള്ളാന്റെ ഖുർആൻ പറയുന്നു വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നല്ല മാന്യതയുള്ള വർത്തമാനം പറയണേ പൊന്നുമോനെ. നീ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് നല്ല മാന്യമായിട്ടൊന്ന് പെരുമാറണേ. നിന്റെ സ്വർഗമാടാ പൊന്നുമോനെ, നിന്റെ സ്വർഗമാടാ പൊന്നുമോനെ, നിന്റെ പൊന്നുമോനെ നിന്റെ സ്വർഗമാണ്. ഉമ്മ ഉപ്പ മറന്നു പോകണ്ട. പിന്നെ എന്ത് വേണം? വഹ്ഫദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കണേ. കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണേ. കരുണയോടെ അവരോട് നീ വർത്തിക്കണേ. മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സഹിച്ച സമയം അതാ. ആ ചെറുപ്പകാലത്ത് എന്നെ പോറ്റി വളർത്തിയതുപോലെ, എന്നെ പോറ്റി വളർത്തിയതുപോലെ, എനിക്ക് വേണ്ടതെല്ലാം നൽകിയതുപോലെ, എനിക്ക് സഹനങ്ങൾ സഹിച്ചതുപോലെ, എനിക്ക് വേണ്ടി ക്ഷമകൾ അർപ്പിച്ചതുപോലെ ആ ഉമ്മയെയും ഉപ്പയെയും അല്ലാഹുവേ അവരോടും നീ കരുണ കാണിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ പറയുകയാ. എങ്ങനെയാ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ഖുർആന്റെ വരിഷ്ഠമായ വചനാമൃതങ്ങളാ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്ത് വേണമെന്നാലോചിച്ചോ, എന്ത് വേണമെന്നാലോചിച്ചോ. നിനക്ക് നാട്ടിൽ നല്ല സ്ഥാനമുണ്ടാകും, സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടാകും. പക്ഷേ ഉമ്മയോടാണ് പടച്ചവൻ ചോദിക്കുന്നത്, ഈ മകന് നിങ്ങളുടെ അടുത്ത് എന്തായിരുന്നു അവസ്ഥ, എന്താ? ഉമ്മയോടാ പൊന്നുമോനെ ചോദിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം വേണോ നരകം വേണോ? സ്വർഗം വേണോ നരകം വേണോ? ഏതെങ്കിലും ഉമ്മാനോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉമ്മായിക്ക് നഷ്ടമൊന്നും വരാനില്ല ചെറുപ്പക്കാരാ. ഉമ്മായിക്കൊരു നഷ്ടവും വരാനില്ല ചെറുപ്പക്കാരാ. ഉമ്മായിക്ക് അവരുടെ പരലോകം ഒന്നും കൂടി ഉറപ്പിക്കാം, സന്തോഷത്തിന്റെ പറുദീസ ഉറപ്പിക്കാം. നഷ്ടം മുഴുവനും നിനക്കാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എത്ര പാതിരാവിന്റെ പഴുതിലൂടെ പടച്ച തമ്പുരാന്റെ പറുദീസയിലേക്ക് നീ കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞാലോ ഉമ്മാന്റെ കണ്ണ് നീ നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോയി ചെന്ന് പിടിക്കുമോനെ. അള്ളാനെ പേടിയുണ്ടെങ്കിൽ, ഖബറിലൊറ്റയ്ക്ക് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പരലോകമെന്നുള്ളൊരു ലോകം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നരകത്തെ പടച്ചവൻ പടച്ച് സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ, വിശുദ്ധമായ സ്വർഗത്തെ, ആ വിശുദ്ധമായ സ്വർഗത്തെ നീ കാക്ഷിക്കുന്നെങ്കിൽ ആ ഉമ്മാന്റെ കയ്യിലൊന്ന് പിടിക്കുവന്നു മോനെ. അവിടെ നീ എന്തിനാ അഭിമാനം നോക്കുന്നത്? അവിടെ നീ എന്തിനാടാ അഭിമാനം നോക്കുന്നത്? ഒരഭിമാനവും നിനക്ക് വേണ്ടി നോക്കിയിട്ടില്ല ഉമ്മ. ഒരു പ്രയാസമായി കരുതാത്ത നിന്റെ ഉമ്മ, ആ ഉമ്മാന്റെ ഉപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് അവരോടൊന്ന് പൊരുത്തം ചോദിക്കുവോ, അവരെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കുവോ, അവർക്ക് വേണ്ടിയിട്ടൊന്ന് ദ്വാരക്കുവോ, അവരുടെ സുഖവിവരങ്ങളൊന്ന് അന്വേഷിക്കുവോ. ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ആ ഹൃദയത്തിന്റെ താളരാഗങ്ങളുടെ അനക്കങ്ങൾ എവിടെയും രേഖപ്പെടുത്താൻ പറ്റൂല. നീ സ്നേഹത്തോടെ ഉമ്മാന്നൊന്ന് വിളിക്കുവോ, ആ കരങ്ങൾ പിടിച്ചൊന്ന് ചുംബിക്കുവോ, ആ ശിരസ് നിന്റെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെക്കുവോ. ആ ഉമ്മയുടെ ഹൃദയത്തിന്റെ ഉന്നതമായ സന്തോഷത്തിന്റെ പ്രപഞ്ചത്തെ ലോകർക്കും കാണാൻ പറ്റൂല സഹോദര. അറിയണം ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി പേറ്റുനോവ് അനുഭവിച്ച ഉമ്മ, ആ ഉമ്മമാരിട്ട പേരെന്താണെന്നറിയുവോ? ചില ഉമ്മമാരും സഹോദരിമാരും ദുആ ചെയ്യിക്കാൻ വേണ്ടി കടലാസ് എഴുതി തരും. എന്റെ മകള് ഗർഭിണിയാ, ദ്വാരക്കാൻ. എന്തിനു വേണ്ടി? നിങ്ങൾ പറയണ ആ വാക്ക്. ഞാൻ ഗർഭിണിയാണ്, അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സഹോദരി ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭാവന. എന്തിനു വേണ്ടി? നിങ്ങൾ പറ. സൂസു നല്ല ഉറച്ചു പറ. നല്ല സുഖമാണില്ലേ ആ പ്രസവം? ഇന്നുവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ വാക്കിനെ കുറിച്ച് ഇന്നുവരെയും ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ആയിരക്കണക്കിന് തവണ ആ വാക്ക് നാം പെരുമാറിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ വാക്കിന്റെ മഹത്വം,
ആ വാക്ക് സുഖപ്രസവം. ഏറ്റവും കൂടുതൽ മരണത്തോട് തുല്യമായ തത്തുല്യമായ ഒരു വേദന അനുഭവിച്ചുകൊണ്ട് ആ മക്കൾ പുറത്തേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിന് പ്രിയപ്പെട്ട ഉമ്മമാർ ആ മക്കളുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് ഇട്ട പേരാ എന്ത്? സുഖപ്രസവം. ഉമ്മാന് സുഖമില്ല, മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് ആ പേര് വീണത്. കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും ആരോഗ്യത്തിന്റെ സമ്പൂർണമായ സാഹചര്യത്തെ ചോദിച്ചു വാങ്ങാൻ പ്രിയപ്പെട്ട ഉമ്മയും പ്രിയപ്പെട്ട സഹോദരിമാരും ഇട്ട പേരാ ഏത്? സുഖപ്രസവം. അവർക്ക് സുഖം മറ്റേതാ, അവർക്ക് സുഖമാതാ. അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഗർഭിണികളായ മുഴുവൻ സഹോദരിമാർക്കും റഹ്മാനായ അല്ലാഹുവേ സുഖപ്രസവം എന്ന് അവർ പറയുന്നതും ഏറ്റവും കൂടുതൽ വേദനയോടെ അനുഭവിച്ചുകൊണ്ട് പ്രസവിക്കുന്ന ആ പ്രസവം, അല്ലാഹുവേ നീ അതിന്റെ ആ പ്രയാസം മാറ്റിക്കൊടുത്ത് വാക്കുപോലെ തന്നെ സുഖമായിട്ട് ആ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റച്ചാമീൻ പറയും, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ വേദനകൾ കുറച്ചു കൊടുക്കണേ അല്ലാഹ്, അവരുടെ പ്രയാസങ്ങൾ കുറച്ചു കൊടുക്കണേ അല്ലാഹ്, അവരുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കണേ അല്ലാഹ്. ആലോചിച്ച് നോക്കി, 20 എല്ലുകൾ ഒന്നിച്ചു ഒടിയുന്ന വേദനയാ സുഖപ്രസവത്തിന് അനുഭവിക്കുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ടോ? ശാസ്ത്രം പറയുന്ന കണക്കാണ്. ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്, 20 എല്ലുകൾ ഒരുമിച്ച് ഒടിയുന്ന വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, അതിന് പറയുന്ന പേര് സുഖപ്രസവം. എത്ര കടമയാടോ ആ ഉമ്മയോടും ഉപ്പയോടും ഉള്ളത് മറന്നു പോകണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, അർഹമുർ റഹീമായ അല്ലാഹ് ആ പ്രിയപ്പെട്ട ഉമ്മമാരോടും പ്രിയപ്പെട്ട ഉപ്പമാരോടും വേണ്ടതുപോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിൽ മാത്രമല്ല, അള്ളാന്റെ ദുനിയാവിൽ ഏതൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ, എന്താ പറഞ്ഞത്? ഏതൊക്കെ പ്രവാചകന്മാർക്ക് ഏതെല്ലാം ഗ്രന്ഥങ്ങൾ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ടോ, എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതുപോലെ വളരെ ചൂടേറിയ ചർച്ചയ്ക്കാണ് പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടുമുള്ള വിവിധങ്ങളായിട്ടുള്ള കടമകളെ പരിചയപ്പെടുത്തുന്ന ശൈലി. ഖുർആനിൽ മാത്രമല്ല, മാനവ സമൂഹത്തിന് മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാർഗദർശനമായിട്ട് വന്ന മുഴുവൻ ഗ്രന്ഥങ്ങൾ. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, ബക്കറ്റ് അങ്ങോട്ട് വിൽപ്പനയ്ക്കുള്ളതല്ല, കച്ചവടത്തിനുള്ളതല്ല, കാര്യമായിട്ടുള്ള സംഭാവനകൾ ആ ബക്കറ്റിൽ നിന്ന് നിക്ഷേപിക്കണം. സംഭാവനയുടെ പേര് പറയുമ്പോൾ എഴുന്നേറ്റാണോ? അല്ല, അങ്ങോട്ട് നിന്നിട്ട് പോയി വരും. ഇനി ഈ കപ്പലിൽ നിന്ന് ഒരാളും പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിളിക്കും, മോനെ എന്തിനാ നീ എഴുന്നേറ്റത്? മാമ എന്തിനാ നിങ്ങൾ എഴുന്നേറ്റത്? കാക്ക നിങ്ങൾ എന്തിനാ എഴുന്നേറ്റത്? ഇനി പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അകത്തോട്ട് വരും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ചുരുക്കും. അതുകൊണ്ട് ബക്കറ്റ് ഇന്നലെ കവർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ കവറിൽ നിക്ഷേപിച്ചിട്ടുള്ള നല്ല നല്ല സംഭാവനകളൊക്കെ ഉണ്ടാവും. അതിലേക്ക് നിക്ഷേപിക്കുക, ബക്കറ്റിലേക്ക്. നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ ഉദ്ദേശം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ആ ഉദ്ദേശം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമുർ റഹീമായ അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഒരു ഹദിയായി ഹദികളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് ഹേതുകമാക്കണേ അല്ലാഹ്. പടച്ചവനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, പ്രിയപ്പെട്ട ഉമ്മാന്റെ കാര്യം പറഞ്ഞപ്പോ ഹൃദയത്തിൽ നിന്നും വന്ന വേദന കൊണ്ട് ആ ഉമ്മാന്റെ ഖബറിൽ ഒരു സന്തോഷം കിട്ടണമെന്ന് വിചാരിച്ച് നിഷ്കളങ്കനായ ഒരു സഹോദരൻ പടച്ചവനെ ഒരു സംഭാവന തന്നുകൊണ്ട് പറയുന്നു, യാ അല്ലാഹ്, ആ ഉമ്മാന്റെ ഖബറിടം ഇപ്പോൾ തന്നെ സന്തോഷമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖദ് ദക്കറല്ലാഹു തആല ഫി തൗറാത്തി വൽ ഇൻജീൽ വൽ സബൂരി വൽ ഫുർഖാനി വ ജമീഇ ഖുതുബിഹി വ അമറ ഫീ ജമീഇഹാ വ ഔഹാ ഇലാ ജമീഇ റുസുലിഹി. മുഴുവൻ കിതാബുകളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആ വചനമെന്നറിയുമോ? യജ്അലു റിളാഹു റിളൽ വാലിദൈൻ വസുഖ്തഹു ഫീ സുഖ്തിൽ വാലിദൈൻ
വസുഖ്തഹു ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയില. അല്ലാഹുവിന്റെ കോപമുള്ളത് മാതാപിതാക്കളെ കോപപ്പെടുത്തുന്നതില. അതുകൊണ്ട് പരലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ. നിങ്ങൾ പേര് കേട്ട മഹാനല്ലേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വരാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സ്വഹാബിയ, ഒരുപാട് കഷ്ടപ്പെട്ട മഹാനായിരുന്നു. പക്ഷേ പലപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള അവസരം ചോദിച്ചപ്പോ ഉമ്മയെ പരിചരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് മകനെ നീ പോകണ്ട മകനെ. ഹബീബായ പ്രവാചകന്റെ ചാരത്ത് എത്താൻ പറ്റാത്തതിന്റെ കാരണം ഉമ്മയെ പരിചരിക്കാൻ വേണ്ടി നിന്നതാണെങ്കിൽ ഒന്നോർക്കണേ സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ സന്നിധാനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാ. യാ സഹാബാ നിങ്ങൾ ഇന്ന പ്രവിശ്യയിൽ വരുന്ന ഉവൈസ് എന്ന് പറയുന്ന ഒരാളിനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ ആ ഉവൈസിന്റെ കൈ പിടിക്കണേ ഉമറ്. ആ ഉവൈസിനോട് ദ്വാരപ്പിക്കാൻ പറയണേ ഉമറ്. ആ ഉവൈസിനോട് എന്റെ സലാം പറയണേ ഉമറ്. ആ ഉവൈസിനോട് നിന്റെ പാപം പുറത്തു തരാൻ ദ്വാരപ്പിക്കണേ ഉമറ്. ആ ഉവൈസിനെ കണ്ടാൽ നീ മുസാഫഹത്ത് ചെയ്യണേ ഉമറ് എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ കച്ചവട സംഘത്തെ യമൻ രാജ്യത്തിൽ നിന്നും വരുന്ന കച്ചവട സംഘത്തിനോടൊക്കെ ചോദിക്കുകയാ, ഇന്ന നാട്ടിലുള്ള ഉവൈസിനെ അറിയുമോ? കർണ് പ്രവിശ്യയിൽപ്പെട്ട ഉവൈസിനെ അറിയുമോ? പലരോടും ചോദിക്കുന്നു. അവസാനം സുബ്ഹാനല്ലാഹ് ഒരു കച്ചവട സംഘം പറയുകയാണ്, ഞാൻ അറിയും. അതിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. അതാ ശരീരത്തിൽ ഒരു നാണയത്തിന്റെ അടയാളത്തില് അതാ ഒരു അടയാളമുണ്ട് എന്ന് വരെ ഹബീബായ പ്രവാചകം പറഞ്ഞു കൊടുത്തു. ആ ഉവൈസിനെ തേടിപ്പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ഉമറേ നീ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ പ്രവാചകൻ മുഖത്ത് നോക്കി പറഞ്ഞ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സയ്യിദുമഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ആലിംഗനം ചെയ്തുകൊണ്ട് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് നിറകണ്ണുകളോടെ പറയുകയാ, ഓ ഉവൈസ്, ഹബീബായ പ്രവാചകൻ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് ഉവൈസേ. എനിക്ക് വേണ്ടി ദ്വാരക്കണേ ഉവൈസേ. എന്ത് അമലാ ഉവൈസേ നിങ്ങൾ ചെയ്തത്? എത്രയും അതേ കൂടുതൽ സമയം ഹബീബിന്റെ പരിശുദ്ധമായ ചാരത്ത് നിന്നവരാ ഞങ്ങളോ. പക്ഷേ ഞങ്ങളെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ലാത്ത വലിയ ഒരു പ്രതിഫലമാ നിങ്ങളെ കുറിച്ച് പറഞ്ഞത്. നിങ്ങളെ കണ്ടാൽ നിങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കണമെന്നാ മുത്തുനബി പറഞ്ഞത്. നിങ്ങളുടെ പവർ എന്താ കാരണം ആ ഹബീബിനെ കാണാൻ വരാത്തത് എന്താ ഉവൈസേ? ഒന്നുവരെയും കണ്ടിട്ടില്ലല്ലോ. ഉടൻ തന്നെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിക്കാൻ പലവട്ടം ഞാൻ ഹബീബിനെ കാണാൻ മുന്നിട്ടിറങ്ങിയപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, മോനെ നീ പോകണ്ടാ, പോയാൽ ആരുമില്ല. ഉമ്മാന്റെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് മുത്തുനബിയുടെ ചാരത്ത് വരാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മാനെ പരിചരിച്ചത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാ, പറഞ്ഞാലും തീരൂല. ഒരൊറ്റ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ ചുരുക്കുകയാൽ, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. കൂട്ടത്തിൽ ഒരു പോയിന്റ് പറയുകയാ, പല മാതാപിതാക്കളോടും എന്തെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുള്ള പലരും ഉണ്ടാകും. പക്ഷേ അവര് ഖബറിലായിരിക്കും. ഉസ്താദേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? എന്റെ ഉമ്മാനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് എന്തെങ്കിലും പരിഗണനാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? സുവിനാലിൽ വാലിദൈനി ഇൻഷാ അല്ലാഹ് അതിന് ചെറിയ ഒരു മറുപടി ഉണ്ട്, ഒരു ചെറിയൊരു ആശ്വാസവാക്കുണ്ട്, മറന്നു പോകണ്ട. അത് ഞാൻ അവസാനം പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. അതിനു മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ. അതുകൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീരിന് വില കൽപ്പിക്കണേ. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഉമ്മമാരെ പ്രകീർത്തിക്കാത്ത ഒരൊറ്റാളുമില്ല. എന്തിനേറെ പറയണം, കാട്ടാളനെന്ന് ലോകം വിധി എഴുതിയ ഹിറ്റ്ലർ ഉണ്ടല്ലോ. 3/4 കോടി ജനങ്ങളെ വിവിധങ്ങളായ രൂപത്തിൽ അതേ ആനന്ദത്തോടെ കൊന്നുകളഞ്ഞ ഏറ്റവും വലിയ കാട്ടാളൻ എന്ന് പറയുന്ന ഹിറ്റ്ലർ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മെയിൻ കാഫി എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോൾ ഹിറ്റ്ലറിനും പറയാനുള്ളതോ എന്തെങ്കിലും ഒരു സ്നേഹവർത്തമാനം ഹിറ്റ്ലറുടെ
മാതാപിതാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്റെ അമ്മയെ കുറിച്ചാ, അമ്മയുടെ സ്നേഹത്തെ കുറിച്ചാ. ആരാണ് പറയാത്ത മദർ തെരേസയെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ മദർ തെരേസയുടെ വാക്കുകൾ വല്ലാത്ത വാക്കുകളോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾക്കണേ. മദർ തെരേസ പറയുകയാണ്, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ദുരന്തം എന്താ? ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താ? വിഷപ്പാണോ, പ്രശ്നമാണോ, രോഗമാണോ, ക്ഷയമാണോ, ക്യാൻസറാണോ, മന്ദാണോ, മാരക ഭീകര രോഗമാണോ? അല്ല. പ്രിയപ്പെട്ട അമ്മമാരും ഉമ്മമാരും മാതാക്കളും പ്രിയപ്പെട്ട മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കേഴുന്ന കേഴലാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. എന്നെ ഒന്ന് സ്നേഹിക്കണേ എന്ന മാതൃഹൃദയം തേങ്ങുമ്പോ, എന്നെ ഒന്ന് പരിഹരിക്കണേ എന്ന് പ്രിയപ്പെട്ട മക്കളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്രയോ കുടിലുകളിൽ നിന്ന് ദീനരോധനത്തോടെ കഴിയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിശിഷ്യ ഉമ്മയുടെ രോദനങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ചെറുപ്പക്കാരാ, നീ ഏത് ലോകത്ത് ചെന്നാലും അവിടെയെല്ലാം നിന്റെ വാതിലുകൾ അടക്കപ്പെട്ടതാ. പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷേക്സ്പിയറിന്റെ വാക്കുകൾ എന്താണെന്നറിയുവോ? ഉമ്മയുടെ മടിത്തട്ടിനേക്കാൾ മാർദ്ദവമുള്ള ഒരു തലയിണ ലോകത്ത് മറ്റൊന്നില്ല. അമ്മയുടെ മടിത്തട്ടിനേക്കാൾ മാതൃകമുള്ള, നല്ല മാർദ്ദവമുള്ള, സുന്ദരമായ ഒരു മടിത്തട്ട് ലോകത്തില്ല. പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിക്ടർ ഹൂഗോ എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞത് എന്താണെന്നറിയുവോ? സ്നേഹത്താൽ പണിയപ്പെട്ട മാതൃകരങ്ങളെക്കാൾ കുഞ്ഞിന് ഉറങ്ങാൻ സുഖകരമായ മറ്റൊരിടവും പ്രപഞ്ചത്തിലില്ല. സ്നേഹത്താൽ പണിതൊരുക്കപ്പെട്ട അമ്മയുടെ മാതാവിന്റെ കരങ്ങളെക്കാൾ സുന്ദരമായ ഒരിടം ലോകത്തില്ല എന്ന് പറയുമ്പോ ഒന്നാലോചിക്കണം. ഉമ്മയ മാതാവിനെ പുകഴ്ത്താത്തൊരു ചരിത്രകാരനുമില്ല, ഒരാചാര്യനുമില്ല, ഒരു നേതാവുമില്ല. മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ സംഭവം ഞാൻ സദസ്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അത്ഭുതത്തോടെ വേദനയോടെ നോക്കിയതാണ്. അതെ, ജപ്പാനിലുണ്ടായ ഭൂകമ്പമുണ്ടല്ലോ, ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ചു പോയ ഭൂകമ്പമുണ്ടല്ലോ, ഒരുപാട് കെട്ടിടങ്ങൾ മറന്നു വീണ ഭൂകമ്പമുണ്ടല്ലോ, ഒരുപാട് ഫ്ലാറ്റുകൾ മറന്നു വീണതാ തൂഫാനായി പോയ ഭൂകമ്പമുണ്ടല്ലോ. ആ ഭൂകമ്പത്തിന്റെ ഇടയിൽ ഏതെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ അംശം, ഏതെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു ഓടി നടന്ന ആയിരക്കണക്കിന് പ്രവർത്തകരതാ പലയിടത്തും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഒരു കെട്ടിടത്തിന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോ ഒരു പെണ്ണിന്റെ ബോഡി കാണുകയാണ്. ശരീരത്തിലേക്ക് കല്ലുകളും കട്ടകളും മറഞ്ഞു വീണ്, വീടിന്റെ അവശിഷ്ടങ്ങൾ മറഞ്ഞു വീണ്. ആ ശരീരം കണ്ടാൽ അറിയാം ജീവനില്ല. പക്ഷേ ആ സഹോദരി ഒരു സംശയം ജനിപ്പിക്കുന്ന രൂപത്തിലാണ് ആ പെണ്ണിന്റെ കിടത്ത. അതേ, ഒരു സുജൂദിൽ കിടക്കുന്നത് പോലെ ഒരു കോലമാ കാണുന്നത്. ഒരു സുജൂദിൽ കിടക്കുന്ന രൂപത്തിലുള്ള ഒരു കോലത്തിലാണ് ആ പെണ്ണ് കിടക്കുന്നത്. അവര് പറഞ്ഞു, രക്ഷയില്ല. കാരണം ശരീരത്തിന്റെ തലച്ചോറ് പോലും പുറത്തു വന്നിട്ടുണ്ട്, മുതുകു പൊട്ടിപ്പോയിട്ടുണ്ട്, രക്തം മാർന്നൊലിച്ചിട്ടുണ്ട്, ജീവന്റെ അംശമില്ല എന്ന് പറഞ്ഞവര് തിരിഞ്ഞു നടക്കുമ്പോ അതിലൊരാളെ ശ്രദ്ധിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സഹോദരിയുടെ കയ്യിലെന്തോ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. ഉള്ളിലേക്ക് വെച്ച് എന്തോ ഇറുക്കി പിടിച്ചിരിക്കുകയാ. ആ പ്രവർത്തകർ വന്നുകൊണ്ട് ആ ബോഡിയെ മാറ്റിക്കൊണ്ട് കയ്യിലേക്ക് ഇങ്ങനെ അമുക്കി വെച്ചിട്ടുള്ള ആ വസ്തു എടുത്തപ്പോ സുബ്ഹാനല്ലാഹ് കൈബർബെടുത്തിക്കൊണ്ടോ നോക്കുമ്പോ ഒരു കമ്പിളി വസ്ത്രമാണ്, മാർദ്ദവമുള്ള ഒരു കമ്പിളി വസ്ത്രമാണ്. ഒരു പൊതിയായിട്ട് ആ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മരണം വരിച്ച ആ മാതാവ് സുബ്ഹാനല്ലാഹ് ആ കമ്പിളിയുടെ മാർദ്ദവമുള്ള തുണിയങ്ങ് മാറ്റുമ്പോ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൊന്നു കുഞ്ഞാണ്. ഭൂകമ്പം അറിഞ്ഞിട്ടില്ല കുഞ്ഞ്, പ്രശ്നമൊന്നും അറിഞ്ഞിട്ടില്ല പൊന്നു കുഞ്ഞ്, ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാണ്. പരിശോധിക്കുമ്പോ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അത്ഭുതമേതാണെന്നറിയുവോ? ആ കുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അടുത്ത് തന്നെ അതാ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുകയാണ്. കുഞ്ഞിന്റെ അടുത്തൊരു മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ ഓണാക്കി നോക്കുമ്പോ അതിലൊരു ടെക്സ്റ്റ് മെസ്സേജാ, അമ്മയുടെ കുറിപ്പാണ്. അമ്മ അവസാനമായി കുറിച്ചു വെക്കുകയാണ്.
പരിസരം മുഴുവനും മറഞ്ഞു വീണു ഭൂകമ്പത്തിൽ ഇതാ ജീവൻ അപഹരിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ താൻ മരിക്കുമെന്ന് ഉറപ്പുള്ള അമ്മ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പെട്ടെന്ന് തുണിയിൽ പൊതിഞ്ഞിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാ. എന്താ സഹോദരങ്ങളെ മെസ്സേജ്? ഇന്നത്തെ ഈ സദസ്സിന് തരാനുള്ള ഒരു മെസ്സേജായി ഞാൻ ഈ മെസ്സേജിനെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാ. It was, if you can survive, you must remember that I love you. ഓരോ അമ്മമാർക്കും, ഓരോ ഉമ്മമാർക്കും, ഓരോ മാതാക്കൾക്കും പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ള വാക്കീതാ. ഇഫ് യു ക്യാൻ സർവീവ്, ഓ പൊന്നുമോനെ, നീ രക്ഷപ്പെട്ട, ഞാൻ മരിക്കുമെന്നുള്ള കാര്യമുറപ്പാണ്, ഞാൻ ഈ ഭൂകമ്പത്തിൽ തരിപ്പണമാകുമെന്നുള്ള കാര്യമുറപ്പാണ്. പക്ഷേ നീ രക്ഷപ്പെട്ടാൽ, നീ ഇതിനെ അതിജീവിച്ചാൽ, യു മസ്റ്റ് റിമെമ്പർ, നീ നിശ്ചയമായും ഉറപ്പായിട്ടും നീ ഓർത്തുകൊള്ളണം. എന്താണ് വിഷയം? നിന്നോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു മോനെ, നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു മോനെ, നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അമ്മ അവസാനമായി കുറിച്ചു വെച്ചുകൊണ്ട് സ്വന്തമായിട്ട്, അതേ സ്വന്തമായി കുറിച്ചു വെച്ചുകൊണ്ട് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയുടെ ഉമ്മയുടെ മാതാവിന്റെ വിഷമം അവരുടെ മനസ്സറിയാത്തവർക്ക് ഒരു പരലോകത്തും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ഒന്നും കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൽപ്പം ദ്വാരന്ന് ഇൻഷാ അല്ലാഹ് പിരിയുകയാണ്. ആ ദ്വാരക്കാലെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സദസ്സിലേക്ക് ഒന്ന് കയറിയിരിക്കണം. എന്തായിരുന്നാലും നിങ്ങൾ നിന്നു ഇത്രയും സമയം അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ വരി, എല്ലാവരും അല്ലാഹു, എല്ലാവരും അകത്ത്, ഒരാളും ഇനി പുറത്തേക്ക് പോകാൻ അവിടെ ഇരിക്കുന്നവരൊക്കെ, നിങ്ങൾ ഇത്രയും നേരം ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല, നിങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് കേട്ടവരാണ്. എല്ലാവരും കയറും, ഒരാളും ഇനി അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. എല്ലാവരും കയറും. ചെറിയ ദ്വാരന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പൊ തന്നെ ഈ സദസ്സ് പൂർത്തിയാക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു കബൂൽ. എല്ലാവരും ഉറച്ച് സല്ലല്ലാഹു, ഉറച്ച് സല്ലല്ലാഹു, ഉറച്ചല്ലേ, മടിക്കണ്ട, ആരും അടിക്കൂല, ആരും വെടിയൊന്നും വെക്കൂല. സ്വലാത്ത് ഉറച്ചില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. وعلى محمد يا رب صل عليه وسلم. അതുകൊണ്ട് പല ആളുകളും ദുആരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആരക്കാൻ ഫ്ലക്സ് ബോർഡ് തന്നവർ, നോട്ടീസ് തന്നവർ, സംഘടനയ്ക്ക് വേണ്ടി, അതുപോലെ മൈക്ക് സെറ്റ്, ഭക്ഷണം തന്നവർ, സംഭാവന തന്നവർ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ മൊത്തത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ദുആ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന, ഗൾഫിലുള്ള മകന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ സംഭാവന, അതുപോലെ ഉമ്മയുടെ ഒരു വശം തളർന്നു പോയിട്ടുണ്ട്, കാഴ്ചക്കുറവുണ്ട്, ദുആരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മകൾ. അതുപോലെ സംഘാടകൻ പരീക്ഷ എഴുതുവാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, ദുആരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സഹോദരൻ ദുആ ചെയ്യാൻ സംഭാവന, അസുഖം മാറാനും മരണപ്പെട്ടു പോയ ഉമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോയ വല്ലിപ്പയ്ക്ക് വേണ്ടി ദുആരക്കാൻ സംഭാവന നൽകിയിട്ടുണ്ട്. പിന്നെ പല ആളുകളും പല നിയത്തും വെച്ചുകൊണ്ട് ദുആരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിനീതന്റെ ഒരു പ്രഭാഷണം, കുറച്ച് കോപ്പികൾ ഉണ്ടാവും, എല്ലാവർക്കും തരാൻ ഉണ്ടാവൂല. നല്ല ഒരു പ്രഭാഷണമാണത്. ഒരു വട്ടം കേട്ടാൽ പറ്റൂല, ഒരു 3 തവണ നിങ്ങൾ കേൾക്കണം. ഈ വിഷയം നന്ദിപൂർവ്വം നാഥന്റെ മുമ്പിൽ ഒരു 3 തവണ നിങ്ങൾ ഈ CD കൊണ്ടുപോയി വീട്ടിലിട്ട് കേൾക്കണം. ഒരു തവണ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു 25% കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പറയാം എന്ന് പറഞ്ഞാൽ മേടിക്കാതിരിക്കാൻ വേണ്ടിയല്ല, മേടിക്കാൻ വേണ്ടിയാ പറയാം. പിന്നെ ഒരു 50%, പിന്നെ 110 എന്ന് പറഞ്ഞാൽ കാര്യപ്പെട്ട കുറെ കഴമ്പുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ് പല സഹോദരങ്ങൾക്കും ആത്മീയമായിട്ടുള്ള നിർവൃതി പകരാൻ പറ്റിയതായിട്ടുള്ള ഒരു പ്രഭാഷണമാണ്. കുറച്ച് കോപ്പുകളെ ഉണ്ടാവും. ഇത് വിൽപ്പനയ്ക്ക് വലിയ കച്ചവട ഉദ്ദേശത്തോടു കൂടി ഒന്നും വന്നില്ല. നമ്മളെ സഹോദരൻ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കലേക്ക് എത്തും. ഒക്കെ പരമാവധി വാങ്ങി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പല ആളുകളും ദുആരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ലക്ഷദ്വീപിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പല സഹോദരങ്ങളും ലോകത്തിന്റെ പല രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളൊക്കെ പലരും പ്രഭാഷണങ്ങളൊക്കെ കേട്ടു. അല്ലാതെ ഒക്കെ പലരും പല നിലക്കുള്ള ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.
അള്ളാഹു മുഴുവൻ ആളുകളുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ വീടിന്റെ നാട്ടിന്റെ പരിസരത്ത് ഒരു മാതാവ് മരണപ്പെട്ടിട്ട് 3 ദിവസമായി ഇന്നും ഈ വിനീതൻ ദുആരുന്നു. അള്ളാഹു ആ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മുഴുവൻ ആളുകളെയും, അതുപോലെ മറ്റൊരു മാതാവ് ഉംറ കഴിഞ്ഞു വന്നു, ദുആരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മകൻ കൂടെയുണ്ട്. അള്ളാഹു ആ മാതാവിന്റെ ഉംറയുടെ അമലുകളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പല സഹോദരങ്ങളും സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന, എന്നോടൊപ്പമുള്ള മറ്റൊരു സഹോദരൻ ധാരാളം പൈസ കിട്ടാനുണ്ട്, കടം കൊടുത്ത് സഹായിച്ചതാണ്, പക്ഷേ കുടുങ്ങിപ്പോയി. അങ്ങനെ ഒരുപാട് എന്തെല്ലാം വിഷമങ്ങളാണ്. അള്ളാഹുവേ, എല്ലാ കുടുക്കിൽ നിന്നും നീ കാത്തിരക്ഷിക്കണമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരൊറ്റ പോയിന്റ് ഞാൻ ഇനി പറയുന്ന വിഷയങ്ങൾ അവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് കയറിയിരുന്നു. ഇപ്പൊ അവിടെ നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് ഇരുന്നോളൂ. കസേരയുണ്ട്, ഇങ്ങോട്ട് ഇരുന്നോളൂ. നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമില്ല. ഇൽമിന്റെ സദസ്സിലേക്ക് ഇരിക്കുമ്പോൾ അതിനൊരു ബർക്കത്താണ്. ഒരു വിഷമം വേണ്ട, ഒരു കുറവുണ്ടാവില്ല. അള്ളാഹുവേ, നീ വിജയിപ്പിക്കണേ. അള്ളാഹുവെ, നല്ല മക്കളാണ്, നല്ല ചെറുപ്പക്കാർ, ആവേശത്തോടെ വളരെ സാഗൂതം. ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ദുആ ഇറക്കണം. എനിക്കും ദുആ ഇറക്കണമെന്ന് പ്രിയപ്പെട്ട ഉമ്മ-പെങ്ങന്മാരോടും പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരൊറ്റ വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മറ്റൊന്നുമല്ല. ഒരാളും ഈ സംരംഭവുമായിട്ട് സഹകരിക്കുമ്പോ ചിന്തിക്കേണ്ടത്, ഒരാളും കൊടുത്തു പരാജയപ്പെട്ട ഒരാളുമില്ല. ധാരാളം ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് നമ്മുടെ ഈ സംരംഭം മുന്നോട്ട് പരിപാടികളുമായി ബന്ധപ്പെട്ട് യുവജനവേദി ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടിയുള്ളത്. അതുകൊണ്ട് ധാരാളം നല്ല നല്ല ഉദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അള്ളാഹുവെ, സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, അവരുടെ സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ദീനിനെ സഹായിച്ചതിന്റെ പേരിൽ ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ സഹായിക്കാതെ പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. സഹായിച്ചാരും പരാജയപ്പെട്ടിട്ടില്ല. 2 മലക്ക് ദുആ ഇറക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. അല്ലാഹുവേ, ചിലവഴിക്കുന്നവർക്ക് നീ പകരം കൊടുക്കണം റഹ്മാനേ. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ഉണ്ടായിട്ടും ചിലവഴിക്കാത്തവർ, പിടിച്ചു വെക്കുന്നവർ, അവർക്ക് നീ നാശം കൊടുക്കണം എന്ന് മറ്റേ മലക്ക് ദുആ ഇറക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് പരീക്ഷണത്തിന് വേണ്ടി തന്നതാണ്. അള്ളാന്റെ ഖജനാവിലേക്ക് തിരിച്ചെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ ഒരാൾക്കും അത് പിടിച്ചു വെക്കാൻ പറ്റൂല. ഇത് ചിലപ്പോൾ ഒരു രോഗത്തിന്റെ രീതിയിൽ വരും, ചിലപ്പോൾ ഒരു നഷ്ടത്തിന്റെ രീതിയിൽ വരും, എന്തെങ്കിലും ഒരു ആക്സിഡന്റിന്റെ രീതിയിൽ വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖജനാവ് അറിയാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല. ഉള്ളത് ഒരു തലവേദനയ്ക്ക് തികയൂല. അള്ളാഹു മുഴുവൻ മാരക രോഗങ്ങളെ തൊട്ടും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രയും സഹോദരങ്ങളുണ്ട്. ഈ അടുത്ത് തന്നെ അൽഹംദുലില്ലാ ഒരു 35 ലക്ഷം രൂപ ഒരു സദസ്സിൽ നിന്ന് തന്നെ ഒരു ദിവസം 35 ലക്ഷം രൂപ തിരുവനന്തപുരം ജില്ലയിൽ കന്യാകുളങ്ങര വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് പിരിവ് കിട്ടിയിട്ടുണ്ട്. അടുത്തു തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒരു സഹോദരൻ തന്നെ 12 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഒരുപാട് സഹോദരിമാർ പലതും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷത്തിന്റെയും 10,000-ത്തിന്റെയും 1000-ങ്ങളുടെയും കണക്ക് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കല്ല. അതൊന്നും ഞാൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും ചില്ലറ പൈസകളെങ്കിലും നിങ്ങൾ ഈ സദസ്സിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ സജ്ജരാകണം. അള്ളാഹുവെ, നീ സഹായിക്കണം റഹ്മാനെ. എല്ലാ ആളുകളും ഉഷാറായി ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും കൂടി ഉറച്ച്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആ മദ്ഹ് ഉറച്ച് നിങ്ങൾ ചെല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സല്ലി വസല്ലിം
سلم دائما أبدا على حبيبك خير الخلق كلهم فاخ النبيين في خلق وفي خلق ولم يدانوا في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ എല്ലാവരും ഉറച്ച ആമീൻ പറയണം. റഹ്മാനായ അല്ലാഹ് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്, നീ പൊരുത്തപ്പെടണേ അല്ലാഹ്, നീ തൃപ്തിപ്പെടണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കണേ അല്ലാഹ്. ലക്ഷ്യങ്ങൾ വേണ്ടി വരുന്നവര് രോഗവും കൊടുത്തവരെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രിയപ്പെട്ട മക്കള് കടന്നു പോവുകയാ അല്ലാഹ്. രണ്ട് വിദ്യാഭ്യാസം പഠിച്ചു നല്ല ഗുണമുള്ള അല്ലാഹുവേ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്ന കണ്ണിന് കുളിർമയുള്ള മക്കളാകാൻ പഠനത്തിന് നല്ല ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും തന്റെ ഇടവും ഉത്സാഹവും നീ നൽകണേ അല്ലാഹ്. പടച്ചവരെ മക്കളില്ലാതെ വശനിക്കുന്ന പലരുമുണ്ട് അല്ലാഹ്. മുഴുവൻ ആളുകൾക്കും സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്ര ആളുകൾ നല്ല നീയത്ത് നന്നാവും. ഈ അടുത്ത് തന്നെ തൃശ്ശൂര് എടക്കരയിൽ വെച്ച് സദസ്സിൽ വെച്ച് തന്നെ, ഞാൻ അഹങ്കാരം പറയല്ല, അന്വേഷിക്കാം, സദസ്സിൽ വെച്ച് തന്നെ ഒരു സഹോദരന്റെ ആവശ്യം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുത്തു. നല്ല ഇഖ്ലാസുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഈ വിനീതന് സാന്നിധ്യമരുള്ള അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾ ഈ കൂട്ടത്തിൽ ഒരു ഹദിയ പിന്നെ ഇപ്പോ ഇല്ലെങ്കിൽ പിന്നെ കൊടുത്താൽ മതി. ഒരാളൊന്ന് പറയണം. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി മറന്നു പോകണ്ട. സുഇല അനിൽ വാലിദൈനി ഇദാ മാതാ സാഖിത്തൈനി അലൽ വലദി ഹൽ യുംകിനു അൻ യുർദീഹിമാ ബഅദ വഫാതിഹിമാ. ഏതെങ്കിലും നിലക്ക് മാതാപിതാക്കൾ മക്കൾ അവർക്ക് അതൃപ്തിയാണ് നൽകിയിട്ടുള്ളത്. അതൃപ്തിയോടുകൂടി മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ അവരുടെ മരണത്തിന് ശേഷം തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? ഹൽ യുംകിനു, സാധ്യമാവുമോ? ഖീല, ഒരു ചെറിയ ഖൗൽ സാധ്യമാകും. ബിസലാസതി അഷ്യ, മൂന്ന് വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ അതിലൊന്ന് അവ്വലുഹാ യകൂന സാലിഹ, ആദ്യം ആ ഉദ്ദേശിച്ച ആള് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആദ്യം അവൻ സ്വാലിഹാകണം. വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നൂർ വല ആയാ ഹേ, नूर लेकर आया है सारे आलम में, ये देखो कैसा नूर छाया है. अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह. मौलाया सल्लि वसल्लिम दाइमन अबदा अला हबीबिका खैरिल खल्qi कुल्लिहिम. मौलाया सल्लि वसल्लिम दाइमन अबदा अला हबीबिका खैरिल खल्qि कुल्लिहिम. वसल्लिम दाइमन अबदा
على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ 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 റബ്ബേ സഹായിക്കുന്നവരെ നിയ്യത്തുകൾ നീ അറിയുന്നവനാണ് അല്ലാഹ് സലാമുല്ലാഹ് അലാ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله പടച്ചവനെ ഒരു الأمين سيد المرسلين ناصر الأمة ناصر الأمة مفلحا للمستقيم صلي سلم على النبي الأمين سيد المرسلين ناصر الأمة ناصر الأمة مفلحا للمستقيم أرحم الراحمين يا الله പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ് എല്ലാവരും ഇഖ്ലാസോടെ ബൈത്ത് ഞാൻ എൻ്റെ സദസ്സുകളുടെ സമാനായ യാ റബ്ബന റബ്ബന യാ റബ്ബന റബ്ബന യാ റബ്ബന റബ്ബന യാ റബ്ബന റബ്ബന യാ റബ്ബന ربنا يا ربنا 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 مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ربنا يا ربنا ربنا يا ربنا ربنا يا ربنا ربنا يا ربنا ثم الرضا النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم ربنا يا ربنا ربنا يا ربنا يا ربنا ربنا يا ربنا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ
مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ربنا يا ربنا ربنا يا ربنا ربنا يا ربنا ربنا يا ربنا